മൈജാരി ഇപ്പൊ ഇവിടെ പറഞ്ഞത് പുസ്തകം വായിച്ചിട്ടാണ്. ഞങ്ങളിവിടെ പുസ്തകം വായിക്കാനല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടി അത് എഴുതിച്ച്? നിങ്ങളെ ബുക്കാ വായിച്ചത്, ഞങ്ങളെ ബുക്കല്ല. നിങ്ങൾ ആരെ തൗഹീദും ചുരുക്കം പഠിപ്പിക്കാനാ എഴുതിച്ച്? ഞങ്ങളതിൽ അഭൗതികം ഭൗതികം നിലയിൽ അഭൗതികം മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഭൗതികം അതിൽ പെട്ടിട്ടില്ല. അത് മൈജാരി കൂട്ടിയതായില്ലേ? മൊയ്ലിയാര് കൂട്ടിയല്ല. അവിടെ ഒന്നും മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ നദിയിലുള്ളു. ജീവിച്ചിരിക്കുന്നവർ പറഞ്ഞാൽ പിന്നെ മരിച്ചോരാ. ഞാനിപ്പോ ഈ മൈക്കങ്ങനെ തെരിയെന്ന് പറഞ്ഞാൽ അതിപ്പോ ഷിർക്കാന്ന് മൈജാരി പറയോ? ഏത്? ഞാനിപ്പോ ഈ മൈക്കൻ തെരിയെന്ന് പറഞ്ഞപ്പോ ഷിർക്കാന്ന് മൈജാരി പറയാം. ഞങ്ങള് അത് ഷിർക്കാന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ല എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറയും? ഇതാ ഇതിൽ പറഞ്ഞ എന്താന്ന് പറയാം. ഞാൻ ഒന്നും കൂടെ വായിക്കും. നിങ്ങൾ വായിച്ച് കേട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ അടുത്ത ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നായിരിക്കും മൂപ്പര്. എന്തോ അറിയില്ല, ഒന്ന് കേൾക്കി. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്നായി ബുക്കിലേക്ക്. അത് ജീവിച്ചിരിക്കുന്നവരും മൊയ്ലിയാര് കൂട്ടിയല്ല ഈ ബുക്കിലുള്ള. മൊയ്ലിയാര് കുട്ടിയാന്നാ മൂപ്പര് പറയുന്നത്. മൊയ്ലിയാര് കുട്ടിയല്ല, ഈ പുസ്തകത്തിലുള്ളതാ. ഇത് പിന്നെ ആരെ പഠിപ്പിക്കാൻ എഴുതി വെച്ചാ ഞങ്ങള് അത് വായിക്കണ്ടെന്നാ മൂപ്പര് പറയുന്നത്. പിന്നെ ആർക്ക് എഴുതിയത് ഞങ്ങളിത്? ഒരു ബുക്ക് വായിച്ചിട്ട് ഞങ്ങളെ പ്രസ്ഥാനത്ത് ഒന്നിടക്ക് നിങ്ങൾ തകർക്കാൻ നോക്കരുത്. അല്ല, അതല്ല ആ ശിർക്കിന് പറഞ്ഞ നിർവചനം ഞങ്ങൾ പിൻവലിച്ചു. അതല്ല നിർവചനം എന്ന് ആണത്തോടു കൂടെ ഒന്നു പറഞ്ഞളി. ഞങ്ങൾക്ക് വിരോധമല്ല. പിന്നെ ഞങ്ങളെ വായിക്കൂല. അത് ഞങ്ങളൊന്നും പിൻവലിക്കുന്നില്ല. അത് അഭൗതികം എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഭൗതികം അതിന് മുന്നത്തെ പറഞ്ഞ അല്ല, മനുഷ്യ കഴിവിന് അതീതമായ കാര്യം എന്നാണ്. അഭൗതികം എന്നല്ല അവിടെ ഉള്ളത്. കുഞ്ഞീദ് മദനിന്റെ ബുക്കിലുള്ളത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യം എന്നാ. അഭൗതികം എന്നുള്ള ഈ ബുക്കിലില്ല. നിങ്ങൾ കൂട്ടിയത് അപ്പൊ കുടുങ്ങുമ്പോ സാധാരണ ഇവര് കഴിച്ചിലാകൽ ഈ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞിട്ടാ. കാരണം ഈ സാധാരണക്കാർക്ക് തിരിയില്ല. അപ്പൊ എന്താ ഇപ്പൊ ഈ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാല്? അല്ല, പ്രാർത്ഥന എന്ന് പറയുന്ന മലയാള വാക്കില്ലെങ്കിൽ ഈ പ്രസ്ഥാനം തന്നെ അവിടെ നിലക്കൂല. കാര്യമായിട്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടീസാക്കല. ഇത് അഭൗതികം ഈ ബുക്കിലില്ല. അങ്ങനെ വന്നു നോക്കിക്കോളി. ആർക്ക് വേണമെങ്കിലും വന്നു നോക്കാം. ഇതിലുണ്ടോ അഭൗതികം? ഞാൻ കൂട്ടിയത് ഇതിലില്ല. ഇതിൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ ചോദിക്കൽ ശിർക്കാണെന്ന് അതിൽ പറഞ്ഞു. ഇതിൽ അഭൗതികം എന്നില്ല. ഞങ്ങൾ അഭൗതികം എന്നല്ല പറഞ്ഞത്. അഭൗതികവും ഭൗതികം അതിലില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെന്തേ പറഞ്ഞത്? അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കൽ ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, തീരതല്ലല്ലോ. എന്നതിൽ കാണിച്ചു തരുന്നതാണ് പേര്. ആ ഭൗതികം എന്ന് പറഞ്ഞ മുന്നത്തെ വിഷയത്തിൽപ്പെട്ടതാണ്. അതിൽ കൂട്ടിച്ചേർത്തതാണ് മൈജാരി ചെയ്തത്. ആര് കൂട്ടിച്ചേർത്തതിലോ? നോക്കി നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇതൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേ. ഇതിലുണ്ടോ അഭൗതികം? ഇതിൽ അഭൗതികം കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കാണിച്ചെന്നാ കുടുങ്ങുമെന്ന് മനസ്സിലായി. അപ്പൊ സിക്ബീർ തല്ലിയിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളത് വായിച്ച് ഞങ്ങൾ ആ ബുക്ക് വായിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലല്ല, ആ ഒന്നും കൂട്ടിയില്ല. അഭൗതികം എന്നുള്ളൊരു വാക്ക് കുഞ്ഞീദ് മദനിന്റെ ഈ നിർവചനം പറഞ്ഞ സ്ഥലത്ത് ഉണ്ടോ ഇല്ലേ? ഇതിലില്ലാന്നാ ഞാൻ പറയുന്നത്. ഇനി ഉണ്ട് ഞങ്ങളെ വാദെങ്കിലും ഇതാ ഇത് ജനങ്ങൾക്കൊന്നും വായിച്ചു കൊടുത്ത് നിങ്ങളെ സത്യസന്ധത മാന്യത തെളിയിക്കും. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതിലുള്ള മനുഷ്യ കഴിവിന് അതീതമായ കാര്യം, അതീതം അധീനം എന്നതാണ് ഇവിടെ വിഷയം. ഇതിൽ അഭൗതികം എന്നുള്ളൊരു വാക്കിന് ഈ സ്ഥലത്തില്ല. വേറെ എവിടെയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ സ്ഥലത്തില്ല. അതുണ്ടെങ്കിൽ ഉണ്ട് എന്ന് വായിച്ച് നിങ്ങളെ മാന്യത തെളിയിക്കപ്പങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ അതിലൊന്നും കൂട്ടിയിട്ടില്ല. നിങ്ങളെ ബുക്ക് വായിച്ചു. പിന്നെ നിങ്ങളെ പഠിപ്പിക്കാനല്ലേ? പിന്നെ ആരെ പഠിപ്പിക്കാനത് എഴുതിച്ചെന്ന് എനിക്കറിയില്ല. അല്ലാഹു അപ്പൊ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താ? ഞാൻ വായിച്ചതിൽ മുസ്ലിയാർ ഇവിടെ ഏതായിട്ടുണ്ട്? അതിൽ അഭൗതികം എന്നുള്ളത് വിട്ടിട്ടുണ്ട്. അഭൗതികം എന്നാണ് അതിലുള്ളത്. നിങ്ങൾ വായിച്ച് ജനങ്ങളെ തെളിയിക്കണം. ഇതിൽ അങ്ങനെയല്ല. ഇതിലുള്ളാലേ വായിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഒന്നും കൂടെ വായിക്കാൻ കേട്ടോളി. എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ഇൻ ബ്രാക്കറ്റ് ബഹുദൈവാരാധനയാണ് എന്നാണ് ഇതിലുള്ളത്. ഇതിലിപ്പോ എവിടെ അഭൗതികം ഉണ്ടോ? ഇല്ല. ആദ്യക്ക് മനുഷ്യ കഴിവിന് കഴിവില്ലാത്തതെന്ന് പറഞ്ഞു. പിന്നെ അഭൗതികം എന്ന് പറഞ്ഞു. പിന്നെ മാനസികത പലതോടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇപ്പൊ പറയണ അഭൗതികാണ്. അഭൗതികം എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിന് കഴിവില്ലാത്തതെന്ന് അതാ ഞങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞത്. ആരെ ഭൗതികം ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അഭൗതികം ഉണ്ടോ? ആര് കൂട്ടി ഞങ്ങൾ ഈ പറയുന്നത്? ആദ്യക്ക് മൈലാര് പറഞ്ഞത് അഭൗതികം എന്നാണ് ആദ്യക്ക് പറഞ്ഞത്.
ആദ്യം മൈലിയർ അഭൗതികം എന്നാ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ ഞാൻ അഭൗതികം പറഞ്ഞിട്ടില്ല. ഭൗതികമായ കാര്യത്തിൽ ഈ ബുക്കല്ല ഞാൻ ആദ്യം വായിച്ചത്. ഈ ബുക്കിൽ ഇല്ലാത്തതിന് എങ്ങനെ ഞാൻ വായിക്കുന്നത്? ഈ ബുക്ക് നിങ്ങൾ കാണിച്ചുകൊണ്ട് അല്ല, ബുക്ക് കാണിച്ചതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. എന്ത് ആവശ്യമില്ല? ബുക്ക് കാണേണ്ട ആവശ്യമല്ല, ബുക്കിലുണ്ട് എന്നും പറയാം. എന്താ പിന്നെ ചെയ്യാ? കുഞ്ഞീത് മദനിന്റെ ബുക്ക് കാണിച്ചു തന്നിട്ട് എന്താ ഇവിടെ? ഞങ്ങൾ ചോദിച്ചത് ഷിർക്കിന്റെയും തൗഹീദിന്റെയും മാനദണ്ഡമാണ് ചോദിച്ചത്. അതെ, മാനദണ്ഡം നിങ്ങൾ പറഞ്ഞതായി വായിച്ചത്. ഇനി ഞങ്ങള് മാനദണ്ഡ കിട്ടേണ്ടതെന്നാ രണ്ടാമത് ചോദിക്കുക. അപ്പൊ ഞാനാണ് പറയും. അപ്പൊ നിങ്ങൾ ബുക്കോട്ട് വായിക്കൂല. നിങ്ങളെ ബുക്ക് വായിച്ചത് നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം പറഞ്ഞു തരാനാ. ഇനി ഞങ്ങളെ മാനദണ്ഡമല്ലോ ഉസ്താദേ, നിങ്ങളെ മാനദണ്ഡ കിട്ടേണ്ടതെന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ ഞങ്ങളെ മാനദണ്ഡം ഞാൻ പറയും. അപ്പൊ അതിന് നിങ്ങളെ ബുക്കല്ല വായിക്കുക, ഖുർആനാ വായിക്കുക. തൗഹീദിന്റെയും ഷിർക്കിന്റെയും മാനദണ്ഡം പറയുമ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ വേർതിരിവ് അവിടെ ഇല്ലല്ലോ. അത് മെയിലേക്ക് ഏതും പറഞ്ഞൂടെ? തൗഹീദിന്റെയും ഷിർക്കിന്റെയും മാനദണ്ഡം പറയുമ്പോ ഞങ്ങളതാണ് പറയേണ്ടതല്ല നിങ്ങളത് പറയേണ്ടതെന്ന് ഇവിടെയുണ്ടോ? രണ്ടും പറഞ്ഞൂടെ? അതേ പറഞ്ഞ അത് ഇവിടെ വായിച്ച എന്തിനാണോ? നിങ്ങളിവിടെ ഷിർക്കിനെയും തൗഹീദിനെയും നിർവചിക്കുന്നതിൽ കരിഞ്ചന്ത നടത്തി ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നുണ്ട് എന്ന് ഈ കാണുന്ന ജനങ്ങൾക്കും ഈ സീഡി കേൾക്കുന്നവർക്കും ബോധ്യപ്പെടുത്താൻ ഞങ്ങളത് വായിച്ചത്. അപ്പൊ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിയൂല അറിയുമ്പോ ഞങ്ങളെ തൗഹീദ് നിങ്ങളെ തൗഹീദ് എന്ന കച്ചറുണ്ടാക്കുക. ഞങ്ങളെ നിർവചനം അതല്ല ശിർക്കിന്റെയും തൗഹീദിന്റെയും. ഞങ്ങളെ നിർവചനം ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി ബിമഅനാ വുജൂബിൽ വുജൂദി ഔ ബിമഅനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദ. സ്വയം പര്യാപ്തതയുണ്ട് എന്ന നിലക്കോ അല്ലെങ്കിൽ ആരാധനക്ക് അർഹതയുണ്ട് എന്ന നിലക്കോ അല്ലാഹുവിന് ഒരു പങ്കാളിയെ സ്ഥിരപ്പെടുത്തുന്നതിനാണ് ഞങ്ങളുടെ ഭാഷയിൽ ശിർക്ക്. പക്ഷേ ആ ശിർക്ക് മറികടന്ന് ആ ശിർക്കിന് നിർവചനം ശറഹുൽ അഖായിദിൽ അല്ലാമാ തഫ്താദാനി പറഞ്ഞ നിർവചനം പറഞ്ഞാൽ ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ കരിഞ്ചന്തയായി കെട്ടിയുണ്ടാക്കി നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയ ആ കള്ളത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ ബുക്ക് വായിച്ച്. എന്നാ ഞങ്ങളെ നിർവചനം അതാ. അത് ശറഹുൽ അഖായിദിൽ പറഞ്ഞു, അതുപോലെ തന്നെ ശറഹുൽ മഖാസിദിൽ പറഞ്ഞു, അതുപോലെ തന്നെ മറ്റു ധാരാളം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. അല്ലാഹുവിന് സ്വയം പര്യാപ്തതയുണ്ട് എന്ന നിലക്കോ അല്ലെങ്കിൽ ആരാധന ചെയ്യാനുള്ള അർഹതയുണ്ട് എന്ന നിലക്കോ അല്ലാഹുവിന് ഒരു പങ്കാളിയെ വെച്ചുകൊടുക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതേ സമയത്തിൽ ആരാധനക്ക് അർഹതയുണ്ടാകുന്ന വിഷയത്തിലും വുജൂബിൽ വുജൂദിൽ സ്വയം പര്യാപ്തതയിലും അല്ലാഹു ഏകനാണ് എന്ന വിശ്വാസമാണ് തൗഹീദ്. അത് മഹാനായ അല്ലാമാ തഫ്താസാനി ശറഹുൽ മഖാസിദിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ശിർക്കിന്റെ നിർവചനം. നീ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ചോദിക്കും. ഞങ്ങളെ നിർവചനം അതാണ്. നിങ്ങളിപ്പോ ഇവിടെ തൗഹീദും ഷിർക്കുകൾ വിവരിച്ചല്ലോ. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ മൗലൂദിലൊക്കെ കാണാം. പിന്നെ നിങ്ങളിപ്പോ പറയുന്നത് ഞങ്ങൾ സ്വയം പര്യാപ്തത എന്ന നിലക്കാണ് അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങള് ബദിരീങ്ങളെ മമ്പർത്തങ്ങളെ ഇവരൊക്കെ നിങ്ങളെ ആരാധിക്കുന്നുണ്ടല്ലോ. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ആരാധിക്കില്ല, തെറ്റാണ് പറഞ്ഞു. ഞങ്ങൾ ബദിരീങ്ങളെയും മമ്പർത്തങ്ങളെയും ഒന്നും ആരാധിക്കണില്ല. അള്ളാഹനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല എന്ന ഈ തൗഹീദിന്റെ കറകളഞ്ഞ ആശയം ഓരോ സുന്നിയുടെയും രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ഊട്ടപ്പെട്ട് കിടക്കുകയാണ്. ലോകത്ത് ഒരു സുന്നിയും അള്ളയല്ലാത്തവർക്ക് യാതൊരുവിധ ആരാധനകളും നടത്തുന്നില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ ഖിയാമത്ത് നാള് വരെ ഒരു മൗലവിക്കും സാധ്യവും അല്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഉണ്ടെങ്കിൽ തെളിയിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ലോ ഔലിയാക്കന്മാരോട് ചെയ്യുന്നത്. പ്രാർത്ഥിക്കാല്ല, ഞങ്ങൾ ആരോടും പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ പല പുസ്തകങ്ങളും കാണാതെ പ്രാർത്ഥിക്കുക എന്ന് നിങ്ങളുടെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ആ ബുക്കിലുണ്ടല്ലോ പ്രാർത്ഥിക്കാന്ന്. ആ ബുക്ക് എന്താണ് എന്ന് പറയുന്നത്? അള്ളാഹുവിന് മാത്രമല്ലേ പറ്റുള്ളൂ. ഈ ജനങ്ങൾ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. അതെ, പൊന്മള ഉസ്താദ് എഴുതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. പൊന്മള ഉസ്താദ് എഴുതിയ പുസ്തകം, അതായത് വഹാബികൾ അയച്ചു കൊടുത്ത 25 ചോദ്യങ്ങളുടെ മറുപടിയാണ് മഹാനായ പൊന്മള ഉസ്താദ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയത്. പൊന്മള ഉസ്താദ് എഴുതിയ എന്ത് ഉദ്ദേശത്തിലാണ് അത് ഉസ്താദ് തന്നെയാണ് വിശദീകരിക്കേണ്ടത്, നമ്മളല്ലല്ലോ. ഞാനൊരു വിഷയം പറഞ്ഞാൽ എന്താ ഉദ്ദേശം ഞാനാ വിശദീകരിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞ അത് തന്നെ ഉസ്താദെ, ഞാൻ പറഞ്ഞതല്ല അത് തന്നെയാണ്, ഞാൻ പറഞ്ഞതല്ല അത് തന്നെയാണ് എന്ന് പറഞ്ഞ പണ്ടൊരാളെ പാമ്പടിച്ചമായി.
പണ്ടൊരാളെ പാമ്പ് പിടിച്ചപ്പോ പാമ്പിന്റെ ഈ വിഷം തലച്ചോറിലേക്ക് കയറി അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. നമ്മൾ പറയുന്നു ചെയ്യുന്ന ഒക്കെ കേൾക്കും, ചനങ്ങാൻ കഴിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തും. അങ്ങനെ ഒരാളെ പാമ്പ് പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ കോയലൊക്കെ വെച്ച് നോക്കിയിട്ട് ഇയാൾ മരിച്ചു പോയി. ഡോക്ടർമാരങ്ങനെ വേഗം തീരുമാനിക്കും. പാമ്പ് പിടിച്ചാൽ പെട്ടെന്ന് ഡോക്ടർമാരെ കൊണ്ടുപോയി മറവ് ചെയ്യരുത്. അങ്ങനെ ഇയാളെ കൊടുന്ന് കുളിപ്പിക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ പോയി കുറെ ആള് കരയുന്നതൊക്കെ ഇയാൾ കേൾക്കുകയാണ്. കുറെ ആളുകൾ ഇങ്ങനെ മയ്യത്ത് കെട്ടിൽ കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഇയാളെ തയ്യ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കി ഇങ്ങനെയുള്ള സമയം. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോ ഇയാളിന്റെ എണീറ്റുന്നു. എന്താണ് വെള്ളം ഒഴിക്കണെന്ന് ചോദിച്ചു. ഒന്നല്ല എന്നെ മരിച്ചിട്ട് കുളിപ്പിക്കുകയാണെന്ന്. ഞാൻ മരിച്ചിട്ടില്ല, പോടാ അവിടുന്ന്. ഈ 4 വരെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. MBBS ഡോക്ടർ കോയലൊക്കെ വെച്ച് പറഞ്ഞാൽ ഈ മരിച്ചിക്കണ്. ഈ മനുഷ്യൻ കുടുങ്ങിയില്ലേ? ഇതേപോലെ പൊന്മളസ്താദ് പറഞ്ഞു ഞാൻ ഇന്നതാ ഉദ്ദേശിച്ചത്, നിങ്ങൾ അങ്ങനെ അല്ല ഉദ്ദേശിച്ചെന്ന് ഇവര് പറയാം. എന്താ ഇനി ചെയ്യാ? പൊന്മളസ്താദ് പറഞ്ഞത് എന്താണെന്ന് ഉസ്താദ് തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇതിൽ. വിളിച്ചു പ്രാർത്ഥന, ഇസ്തിഗാസ, ഒരു വിശകലനം. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതെല്ലാ സ്ഥലത്തും ഇവർ ആളുകളെ പൊട്ടീസാക്കുന്ന ഒരു വിഷയമാണ്. ചോദ്യം: അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അനുവദനീയമാണെന്ന് ഫത്താവ മുഹ്യിസുന്ന 2-ാം ഭാഗം പേജ് 38 പറയുന്നു. പ്രാർത്ഥന ആരാധനയാണെന്ന് പ്രവാചകരുടെ ഹദീസിലും കാണാം. അപ്പോൾ സുന്നികൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ്, അതിനാൽ സുന്നികൾ മുശ്രിക്കുകളാണ്. ഇപ്രകാരം ഒരു വഹാബി മൗലവി വാദിക്കുന്നത് കേട്ടു. ഇതിന്റെ വിശദീകരണം എന്താണ്? ഇവിടെയുള്ള മൗലവി ഇപ്പൊ അതെന്നെ വാദിച്ചത്. ഉത്തരം: ഫത്താവ മുഹ്യിസുന്നയിലെ പ്രസ്തുത പരാമർശം ചോദ്യത്തിലുള്ളതാണ്. കുവൈത്തിൽ നിന്നും വഹാബികൾ ഉന്നയിച്ച 25 ചോദ്യങ്ങളിൽപ്പെട്ടതാണ് മേൽ പരാമർശം. കുവൈത്തിലെ സുന്നി പ്രവർത്തകർ എനിക്ക് അയച്ചു തന്ന ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അവർക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പൊ സാധാരണ ഇവര് നമ്മൾ നടത്തുന്ന ഈ ഇസ്തിഗാസ, ഇതിന് ഇവര് പ്രാർത്ഥന എന്നാണ് പറയും. ആ എന്തിനു വേണ്ടിയാണ്? അവരെ പ്രസ്ഥാനത്തിനുള്ള നിലനിൽപ്പിനാ. പ്രാർത്ഥന എന്ന മലയാള വാക്കില്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഒന്നും ഇവിടെ നിലക്കൂല. അപ്പൊ ഇസ്തിഗാസ എന്ന ഉദ്ദേശത്തിൽ, അതായത് നമ്മൾ നടത്തുന്നതിനെ കുറിച്ച് പോലും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങളിൽ പെട്ടതാണ് മുഹിയദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ആരാധനയല്ല, അത് ഇസ്തിഗാസയാണ്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ലോക പണ്ഡിതന്മാരുടെയും അംഗീകാരം കൊണ്ടും അവരൊക്കെ ചെയ്തതും അനുവദനീയമാണെന്ന് പ്രസ്താവിച്ചതുമായ കാര്യമാണ് ബദരീങ്ങളെ കാക്കണേ, മുഹിയദ്ദീൻ ഷേഖ് രക്ഷിക്കണേ. ഇതിനെക്കുറിച്ച് ഇവര് പ്രാർത്ഥന എന്നാ പറയാ, സംഗതി പ്രാർത്ഥനയല്ലേ ഇസ്തിഗാസ. അപ്പൊ ചോദ്യത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന പരാമർശം. മുജാഹിദുകൾ പറയുന്ന ഈ വിളിച്ചു പ്രാർത്ഥന സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഏവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ഇസ്തിഗാസ അനുവദനീയമാണെന്നതിനുള്ള തെളിവുകളും മറ്റും ഉദ്ധരിച്ച് വിഷയം സ്ഥാപിച്ചതും. സുന്നികളുടെ ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന് ഞാൻ പേരിട്ടതല്ല, ചോദ്യത്തിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ വന്നതാണ്. വഹാബികൾ പറഞ്ഞതാണ് എന്ന കാര്യം വിസ്മരിക്കരുത് എന്നാണ് പൊന്മള ഉസ്താദ് തന്നെ അതിന് നൽകിയ വിശദീകരണം. അപ്പോ പൊന്മള ഉസ്താദ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് വിശദീകരിക്കേണ്ടത് പൊന്മള ഉസ്താദ, അത് ഞാനല്ല, മൗലവിമാരും അല്ല. അത് മറ്റേ പാമ്പ് അടിച്ചോണ സ്വീപ്പാക്കല. ഈ ബുക്കിൽ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളി, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞ ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, ആരാധിക്കണില്ല എന്നാണ്. നിങ്ങളെ മൗലൂദിൽ കാണാം. എന്താ കാണാ? ഇർതകബ്തു അലൽ ഖതാ ارتكبت على الخطا غير حسر وعدد لك اشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി എന്ന് ഞങ്ങളെ മങ്കൂസ് മൗലിദിൽ ഉണ്ട്. ഈ വാക്കി പറയും. കിട്ടാത്തോണ്ട് ഞാൻ ചൊല്ലിയ ഇർതകബ്തു എന്നതിന് ഞാൻ കയറി ദോഷം പറയുക എന്നത് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു അല്ലാഹുവിനോടാ ചോദിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹിന് ഒരു ദോഷം കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും പറയോ? ഞാൻ വലിയ ദോഷത്തിലേക്ക് കയറിയിരിക്കുന്ന റസൂലേ, അത് പുറത്തു തരണം വലിയൊരു മൗലൂദ് ഓതുക. ഇത് വേണ്ടിയിട്ട് മൗലൂദ് ഉണ്ടാക്കിയാണ്. മൗലൂദ് പറഞ്ഞ പിന്നെ അള്ളാഹുവിനോടാണ് ദോഷം പൊറുക്കാൻ വേണ്ടി പറയാം. അതിന് മൗലൂദ് ഓതല്ലോ. കേട്ടോളെ, ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണ്.
വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക മുസ്ലിങ്ങൾ ഇന്നത് ചെയ്തു വരുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും അത് നടക്കുന്നുണ്ട്. എന്താണ് ആയത്ത്? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, അവർ സ്വന്തം ശരീരങ്ങളെ ആക്രമിക്കുകയും എന്നിട്ട് ജാഊക തങ്ങളടുക്കൽ അവർ വരികയും ചെയ്താൽ, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുവിനോട് അവർ പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു, വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂലും അവർക്ക് വേണ്ടി പാപമോചനത്തിന് ആവശ്യപ്പെട്ടാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവരെ തൗബ സ്വീകരിച്ചവരായി അവർക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ അവരെ അല്ലാഹു തവ്വാബും റഹീമുമായി കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന ഈ ആയത്തിൽ പറഞ്ഞത്? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരിക. ഒന്ന്. രണ്ടാമത്തത് ഫസ്തഗ്ഫിറുല്ലാഹ, അവിടെ വന്ന് റസൂലിന്റെ ആ സന്നിധാനത്തിൽ വെച്ച് അവര് പൊറുക്കലിനെ തേടുക. എന്നിട്ട് വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാന. ഈ ആയത്ത് വിശദീകരിച്ച് ഇബ്നു കസീർ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഇബ്നു കസീർ ഞങ്ങൾ വരെ അംഗീകരിക്കുന്ന, അതായത് ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കഴുകിയ വെള്ളം ബർക്കത്തിന് കുടിച്ച പണ്ഡിതനാണ് ഇബ്നു തൈമിയ, അല്ല ഇബ്നു കസീർ. അദ്ദേഹം പറയുന്ന അപ്പൊ ബർക്കത്തുണ്ടാവും. എന്താണ് അതിൽ പറയുന്നത്? യുർഷിദു തആല, അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. അള്ളാന്റെ നിർദ്ദേശ അതാ ഞങ്ങൾ നടപ്പാക്കുന്നത്. എന്ത്? അൽ ഉസാത്ത, തെറ്റ് ചെയ്ത പാപികളെ, വൽ മുദ്നിബീന, തെറ്റ് ചെയ്തവർ. അതിൽ മൗലൈമാര് പെടുവല്ലേ നമുക്കറിയില്ല. ഇദാ ഹക്കാ മിൻഹും, അവരിൽ നിന്നുണ്ടായാൽ അൽ ഖതഉ വൽ ഇസ്യാൻ, തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായാൽ എന്ത് വേണം? അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താ? അയ്യതുഹു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുത്തേക്ക് വരണം. എന്നിട്ടോ വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, അല്ലാഹുവിനോട് അവർ റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കലിനെ തേടണം. എന്നിട്ട് വയസ്അലൂഹു, റസൂലിനോട് അവരാവശ്യപ്പെടണം. വയസ്അലൂ, അവരാവശ്യപ്പെടണം ഹു, റസൂലിനോട്. എന്ത്? അയ്യസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി പാപമോചനത്തിനിരക്കാൻ റസൂലിനോട് ആവശ്യപ്പെടണം. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താബല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വലൗ അന്നഹും എന്ന ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതനായ ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ മൊത്തം പൊട്ടന്മാരാക്കി ചെയ്തത്. വലൗ ഇന്നലമു വലൗ അന്നഹും ഇന്നലമു എന്നൊക്കെ പറഞ്ഞില്ല. ഇവിടെ എന്റെ ദോഷം പുറത്തേരി എന്നുള്ളത്, ഇവിടെ ദോഷം പുറത്തരാൻ വേണ്ടി റസൂലുള്ളാഹിനോട് പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞത്. ഇവിടെ ഒരു ആയത്തോതി, ആയത്തോതിയിൽ ഇവിടെ റസൂലുള്ളാഹിനോട് ദോഷം പുറത്തേരി അതിലെവിടെ പറഞ്ഞേക്കണം? അതിന്റെ ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹിനോട് ദോഷം പുറത്തേരി പറഞ്ഞത് പിന്നെന്താ? ുൽമിന്റെ നിർവചനം എന്താ? ുൽമ എന്നാൽ എന്താ? ആയത്തിന് കുറ്റം എന്ന് പറഞ്ഞിട്ടില്ല. അതിന് ഉൽമ എന്നാൽ എന്താ? ഉൽമിന്റെ അർത്ഥം ഡിക്ഷണറി കൂടി അതിൽപ്പെടുവേ. ഉൽമ എന്ന തെറ്റ് കുറ്റം എന്നൊക്കെ തന്നെ. അക്രമം എന്നല്ലേ? അക്രമം തന്നെ കുറ്റല്ലേ? പിന്നെ ആയത്ത് ഓതിയാ തന്നെ ഖുർആൻ പറഞ്ഞു അങ്ങനെയല്ലോ പറയാം. അപ്പൊ ഉൽമ എന്ന് പറഞ്ഞാൽ കുറ്റം തന്നെ. അത് അംഗീകരിച്ചല്ലോ, അൽഹംദുലില്ലാ. മൗനം സമ്മതം നമ്മൾ കൂട്ടുക, തുറന്ന് മൗലവിമാരൊന്നും പറയലില്ല. എന്തായിക്കോട്ടെ, മൗനം സമ്മതമായിട്ട് കൂട്ടുക. അപ്പൊ ഉൽമ പറഞ്ഞപ്പോ കുറ്റം തന്നെ, അത് അംഗീകരിച്ചോല്ലേ? ഖുർആൻ പറഞ്ഞത് യുനിറമൻകാന ഹൈ എന്നാണ്. ജീവിച്ചിരുന്നവർക്ക് പിന്നെ ഇൻസാർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ മൗലവി ഇർത്തഖബ്തുല്ലണതേ. ഏതാ ഇയാള്? ആരോട് ചിന്തലെന്നുള്ളതാ. ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ ഇർത്തഖബ്തുല്ലല്ലോ. അതിന് മരിച്ചവരോടല്ലേ ഇപ്പൊ തോന്നുന്നത്? മരിച്ച ആൾക്കാർക്ക് വേണ്ടിട്ട് ഇപ്പൊ തോന്നുന്നത്. ആയത്തോതിയതോ? ജീവിച്ചിരിക്കുന്നവരോട് മരിച്ച നബിനോട് പറയാനാണ് ആയത്ത് പറഞ്ഞത്. നിങ്ങളിപ്പോ ഇവിടെ ഈ ജനങ്ങളാകെ ഈ ആയത്തോതി നിങ്ങൾക്ക് ചെയ്യാനോ ഓതി? റസൂലിന് ചെയ്യാനല്ല.
റസൂലിനോട് പറയാനാണ് ഇതിൽ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട്. ജീവിച്ചിരിക്കണോല് തന്നെ ഇവിടെ ചെയ്യണോ പറയണോ ഒക്കെ. നിങ്ങളിപ്പോ ഈ പറഞ്ഞോട്ട് ജനങ്ങൾ മനസ്സിലാക്കി എന്താ ഈ ആയത്തിൽ ഇപ്പൊ റസൂൽ നിന്റെ ദോഷമൊക്കെ പൊറുത്തിരിക്കുന്നതാണ്. അവരുടെ ദോഷം പുറത്തു കൊടുത്തോ? അതന്നെ അവരെ പാപം പൊറുക്കുന്നതായിട്ട് അള്ളാഹനെ അവർക്ക് എത്തിക്കാന്ന് ഖുർആനിൽ പറഞ്ഞ അള്ള പറഞ്ഞും സ്വീകരിക്കാതെയോ? ഹദീസ് തള്ളി ഇപ്പൊ ഖുർആനും തള്ളൽ തുടങ്ങിയോ? എന്താ നമുക്കറിയില്ല. ഖുർആന്റെ വാക്യതല്ല വജദുല്ലാഹ തവ്വാബർ റഹീമ. ആ ഖുർആൻ ഒഴിവാക്കൽ തുടങ്ങിയപ്പോ ഒഴിവാക്കേണ്ടി വരും വഹാബിസം നിലനിൽക്കണമെങ്കിൽ. ഖുർആൻ ഒഴിവാക്കിയ ഹദീസ് ഒഴിവാക്കിയാൽ മാത്രം പോലെ ഖുർആൻ ഒഴിവാക്കേണ്ടി വരും. നാളെ വഹാബിസം അവിടെ നിലനിൽക്കും. ഇനി എന്തായി ചോദിക്കും? മുപ്പത് കഴിഞ്ഞു. എന്റെ പേര് ഫസലു, മഞ്ചേരിയുടെ വീട്. ഞാൻ ചോദിക്കുന്നത് തൗഹീദും ശിർക്കും ആ വിഷയത്തിൽ മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല. ഇപ്പൊ പ്രത്യേകിച്ച് റബീഉൽ അവ്വലൊക്കെയാണ് വരാൻ നിൽക്കുന്നത്. അപ്പോ സുന്നികളൊക്കെ വളരെയധികം ജോറായി നബിദിന പരിപാടികളും മറ്റുമൊക്കെ നടത്താനുള്ള ഒരുക്കത്തിലായിരിക്കും. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കൂടെയുണ്ടായിരുന്ന സഹാബികളോ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും നബിമാരുടെ ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ടോ? അതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ? ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹ്. സുഹൃത്ത് ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതല്ലെങ്കിൽ പൂർവികരായ അമ്പിയാക്കളുടെ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലെങ്കിൽ നബിയും സഹാബത്തും പൂർവികരായ അമ്പിയാക്കളുടെ ജന്മദിനം ആഘോഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ലേ? അല്ലേ? ശരി. ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. അമ്പിയാക്കളിൽ ആദ്യത്തെ പ്രവാചകൻ ആരാ എന്ന് പറഞ്ഞു കൊടുക്കാം. അതും കൂടി ഞാൻ പറയേണ്ട അവസ്ഥയാണ്. ആദം നബി അലൈഹിസ്സലാം എല്ലാരും പറഞ്ഞില്ലേ? ആദം നബി അലൈഹിസ്സലാമാണ് അമ്പിയാക്കളിൽ ആദ്യത്തെ. ആ ആദം നബി അലൈഹിസ്സലാം ഇവിടെ ജനിക്കപ്പെട്ടതല്ലെങ്കിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് ആഘോഷിക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു, സൂര്യോദയം സംഭവിച്ച ദിനങ്ങളിൽ ഏറ്റവും നല്ല ദിനം വെള്ളിയാഴ്ച ദിനമാണ്. അതിൽ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഫഇന്ന യൗമൽ ജുമുഅത്തി ഈദുൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുള്ള ആഘോഷ ദിനമാണ്. അപ്പൊ വിശ്വാസികൾക്കുള്ള ആഘോഷ ദിനമായ വെള്ളിയാഴ്ച 10 മടങ്ങ് ആരാധനകൾക്ക് പുണ്യമുണ്ട്, പ്രത്യേകമായി പ്രാർത്ഥന ലബ്ധിക്ക് ഉത്തരമുണ്ട് എന്നൊക്കെ നിർദ്ദേശിക്കപ്പെട്ട ആ വെള്ളിയാഴ്ച മുഅ്മിനീങ്ങളോട് ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് ആഘോഷിക്കാൻ വേണ്ടി പറയുന്നു. അതുപോലെ മറ്റൊരു പ്രവാചകരാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാം അവരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം. സലാമുൻ അലയ്യ യൗമ ഉലിത്തു വയൗമ ഉബ്അസു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. എല്ലാവർക്കും മംഗളം, സലാം. എല്ലാവർക്കും മംഗളം ഞാൻ ജനിച്ച ദിവസം.
അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം വിശുദ്ധ ഖുർആൻ അത് മംഗളമായി പരിചയപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ടൂർ, അതാണ് ഇസ്രാ മിഅ്റാജ്. അതിൽ സഹീഹായ ഹദീസിൽ കാണാം, ഞാൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ബത്ലഹേം സന്ദർശിച്ചു. അപ്പൊ അതിലെ പ്രത്യേക ബറക്കത്തുണ്ട് എന്നാണ്. അപ്പൊ പൂർവികരുടേതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തന്റെ ജന്മദിനം പ്രത്യേകം അറവ് നടത്തിക്കൊണ്ട് ആഘോഷിച്ചത് ബഹുമാനപ്പെട്ട അല്ലാമ തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇസ്നാദുഹു സഹീഹുൻ, സഹീഹായ ഹദീസാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റബീഉൽ അവ്വൽ 12-ന് നബി തങ്ങളുടെ ചരിത്രത്തിൽ പ്രധാന സംഭവമായ ഹിജ്റ, ആ ഹിജ്റയിൽ സഹാബത്ത് ഒന്നിച്ച് റാലി നടത്തി. ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാഇ. അപ്പോ അതും സംഭവിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ ഈ വെള്ളിയാഴ്ച മുഅ്മിനീങ്ങളുടെ ഈദാണെന്ന് പറയാനുള്ള ഇല്ലത്താണോ ആദം നബി അലൈഹി ഇസ്ലാം അതിൽ ജനിച്ചു എന്നുള്ളത്, അതല്ലെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പ് ആ വെള്ളിയാഴ്ച ദിവസത്തിലായി എന്നുള്ളത്? ഇല്ലത്തുമാണ്, അതുമാണ്. ആദം നബി അലൈഹി സ്വലാമിന് വെള്ളിയാഴ്ചയെ ആദരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഖൈറു യൗമിൻ തുലിഅത് ഫീഹി ശംസു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ഒരു കാരണം പറഞ്ഞു, ഫീഹി ഖുലിഖ ആദം. രണ്ടാമതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അത് പ്രധാനമായിട്ടും പല ഹിക്മത്തുകളിൽ ഒരു ഹിക്മത്താണ്. ഇല്ലത്തല്ല, ഹിക്മത്താണ്. ഇല്ലത്തും ഹിക്മത്തും കാക്കൂന്റെ കുട്ടിക്ക് തിരിയില്ലേ? ഒരു ഹിക്മത്താണ് ഇത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്റെ ചോദ്യം വളച്ചൊടുക്കുകയാണോ എന്ന് എനിക്ക് സംശയം. ഞാൻ ചോദിച്ചത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കാണുന്ന പോലെ, ഞാൻ ചോദ്യം തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്, സുന്നികളൊക്കെ റബീഉൽ അവ്വലിന്റെ പരിപാടി കൊണ്ടാടാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളത്. ആ നിലക്ക് വർഷം തോറും ഇങ്ങനെ നബിയുടെ അതല്ലെങ്കിൽ മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാത്മാക്കളുടെ ഒക്കെ നബിദിനം ജന്മദിനം കൊണ്ടാടിയതായിട്ടുള്ള തെളിവാണ് ഞാൻ ചോദിച്ചത്. അപ്പോ ഇപ്പൊ റബീഉൽ അവ്വൽ 12-ന്റെ വർഷത്തിൽ നടക്കുന്ന സംഭവമാണ്. ആഴ്ച തോറും ആഘോഷിക്കണം എന്ന് വന്നാല് നിർബന്ധമായിട്ട് ഉറപ്പല്ലേ, വർഷം തോറും ഏതായാലും ആഘോഷിക്കണം. റബീഉൽ അവ്വൽ 12-ന് സുന്നികൾ മൗലിദ് നടത്താറുണ്ട്. എന്താണത്? എന്താണ് സുന്നികൾ അതിൽ നടത്താറുള്ളത്? മദ്ഹ് പറയാം, അല്ലേ? അള്ളാഹുവിന്റെ റസൂല് മദ്ഹ് പറയാൻ നിർദ്ദേശിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പൊ മുജാഹിദീങ്ങൾക്ക് മുത്തുനബിന്റെ മദ്ഹേ പറയാൻ പറ്റാത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സ്വലവാതി അലൻ നബി, മുത്തുനബിനെ സംബന്ധിച്ച് ബദ്റു തമാം എന്ന് പറഞ്ഞാൽ അത് ശിർക്ക്. ലിസിദ്ദതി ഹുസ്നികിം യബ്കിൽ അനാമോ വശൈഖു മുഹമ്മദുൻ ബദ്റു തമാമു. എടവണ്ണ ചേക്ക് മയമീനെ പറ്റി പറഞ്ഞാൽ അത് ചൊർക്കേ. നേരത്തെ പറഞ്ഞായിരിക്കും ഇത് ചക്കര, മറ്റേതെന്താ കൊപ്പരെ, കൊപ്പര അല്ലേ? തുതിയും സലവാത്തോ അതിനാൽ തുടങ്ങിടാൻ അരുൾ ചെയ്ത വേദാമ്പ. ഉമർ മൗലവിനെ പറ്റിയോ? കേഴുന്നു കേരള മക്കൾ നീന കോരോ രണ്ടാമനിൽ ദുഃഖം ശ്രവിക്കയാൽ സ്വർലോകം കൈക്കൊള്ളിലാക്കി ജീവിക്കവേ എങ്ങനെയങ്ങോ സമ്പാദിച്ചു ഭൂമിയെ
കേഴുന്നു കേരള മക്കൾ നീ നക്കോലു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ സ്വർഗത്തിലേക്കു ദിച്ചഹോച്ചേത് വേദന ശാന്തി തൻ സായുജ്യമടയുവാൻ. മൊയ്തീമാലയ്ക്ക് എത്ര ടൂർ ഉണ്ടെങ്കിലും ഒക്കെ ഫിറ്റാണതാണ് ഉമ്മറുമാല. ഇങ്ങനെ കുറെ വാപ്പറുമാലയുമായിട്ട് ഇവര് രംഗത്ത് വരും. അതിലൊരു കുഴപ്പമല്ല. അതിലെന്താ പറഞ്ഞത്? സ്വർഗത്തിലേക്ക് കുതിച്ചോ ചക്കക്കുരു തെറിച്ചനായിരിക്കും ഒരൊറ്റ തെറിച്ചാ. പണ്ട് ഒരാള് ഒരു മയ്യത്തിനെ കബർക്ക് വെക്കണം എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളെ കൈ വറക്കുന്നുണ്ട്, നിങ്ങൾക്ക് വയസ്സായില്ലേ? അല്ല കുട്ടികളെ എന്നോട് തന്നെ വെക്കണം വസിയത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ ശരി, കജ്ജി കൊടുത്തതാ. കൈ കൊടുത്തോടുകൂടെ മയ്യത്ത് ഒറ്റ ചാട്ടല. ഇയാളിങ്ങനെ മേപ്പിട്ട് നോക്കുമ്പോ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നോക്കുമ്പോ പറഞ്ഞു, മക്കളെ നിങ്ങളെ വാപ്പ ഊറിൽ നിങ്ങളെ കാണലും എന്റെ കയ്യിൽ ചാടലും. ഈ കോലത്തിൽ ഒരൊറ്റ കുതിച്ചല സ്വർഗത്തിൽ എത്തിയല്ല എന്നുള്ള വിവരമല്ല. കാരണം ബാണം മുട്ടാനിക്കാണ് കുറ്റി എവിടെ ചാടിയെന്നാരും നോക്കലില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മഹാന്മാരെ പറ്റി പറഞ്ഞൂടാ, മൗലവിമാരെ പറ്റി പറയാം. പറയാന്നുള്ളത് പുണ്യമാണ്. ദിക്റുൽ അംബിയാ ഇബാദ, ദിക്റു സ്വാലിഹിന കഫാറ. പിന്നെ അന്നദാനമാണ് നടത്തല്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയുടെ പേരിൽ അന്നദാനം നടത്തിയത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. നമ്മൾ നബി തങ്ങളുടെ പേരിൽ അന്നദാനം അല്ലാഹു തആലാക്ക് വേണ്ടി നമ്മൾ നടത്തുന്നു. റുബ്ബമാ ദബഹ ശാത്ത, അങ്ങനെ ഹദീസിലുള്ളത്. നമ്മൾ റുബ്ബമാ നദ്ഹബുൽ പോത്ത, നമ്മൾ ചിലപ്പോൾ എന്താവും പോത്തിനെ ഇറക്കുന്നു. റുബ്ബമാ നദ്ഹബുൽ കോഴി, അല്ലെങ്കിൽ നമ്മൾ കോഴി ഇറക്കും. അവരവരുടെ പൂളാസിറ്റിക്ക് അല്ല കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അർക്ക് എന്താ നമ്മൾ ചെയ്യും അല്ലേ? അപ്പൊ അത് വളരെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ റബീഉൽ അവ്വൽ 12 ചെയ്യാൻ പറ്റുമല്ലേ അല്ലേ? അങ്ങനല്ലേ? റബീഉൽ അവ്വൽ 12 ചെയ്യാൻ പറ്റുകയില്ല ഈ പുണ്യകർമ്മങ്ങൾ എന്നത് പുത്തൻവാദമാണ്. റബീഉൽ അവ്വൽ 12 മദ്ഹ് പറയാൻ പാടില്ല. എല്ലാ സമയത്തും പാടാം. റബീഉൽ അവ്വൽ 12 പാടില്ല. റബീഉൽ അവ്വൽ 12 അന്നദാനം നടത്താൻ പാടില്ല. റബീഉൽ അവ്വൽ 12 ഇതുപോലെയുള്ള സ്വലാത്ത് എല്ലാം പാടില്ല. മജ്ലിസ് സംഘടിപ്പിക്കാൻ പാടില്ല എന്നതാണ് പുത്തൻവാദം. എന്തുകൊണ്ട്? ഒരു മുകല്ലഫായ മനുഷ്യന്റെ ഇബാദത്ത് 2 വിധമാണ്. ഒന്ന് മുഖയ്യദായ ഇബാദത്ത്, ഉപാധിയായ ഇബാദത്ത്. 2 മുത്ലഖായ ഇബാദത്ത്, ഉപാധിരഹിതമായ ഇബാദത്ത്. ഇപ്പൊ സ്വലാത്ത് ചൊല്ലുക, ഖുർആൻ ഓതുക, ഇൽമു പറയാം, അതൊക്കെ എന്താണ്? ഉപാധിരഹിതമായ ഇബാദത്താണ്. ഉപാധിയോടുകൂടുള്ള ഇബാദത്താണ്. അപ്പൊ ളുഹർ 4 നിസ്കരിക്കാൻ പാടുള്ളൂ, 5ാമത്തെ റക്അത്ത് പാടില്ല. പെരുന്നാക്ക് വാങ്കൊടുക്കാൻ പാടില്ല. മയ്യിത്ത് നിസ്കാരത്തിന് വാങ്ങില്ല. അതൊക്കെ നിശ്ചിതമായ ഷർത്തുകളും രൂപങ്ങളും ഭാവങ്ങളും നിർണയിക്കപ്പെട്ട ഇബാദത്താണ്. എങ്കിൽ ചില ഇബാദത്തുകൾ അങ്ങനെയല്ല. സ്വലാത്തില്ല, ഇൽമു അറിഞ്ഞു കൊടുക്കുക അല്ലെ? ഇപ്പൊ ക്ലാസ് എടുക്കലുണ്ട്, സ്ഥാപനം ഉണ്ടാക്കലുണ്ട്, പലതും നടത്തുന്നുണ്ട്. അത്തരം ഇബാദത്തുകൾക്ക് പ്രത്യേകമായ വർഷമോ മാസമോ സമയമോ തെരഞ്ഞെടുക്കുന്നതിന് കുഴപ്പം ഇല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇൽമു പറഞ്ഞു കൊടുക്കാൻ വ്യാഴാഴ്ച തെരഞ്ഞെടുത്തിരുന്നു. നിങ്ങൾ വ്യാഴാഴ്ച ക്ലാസ് എടുക്കണം എന്ന് വല്ല ഹദീസിലുണ്ടോ? ഇല്ല. സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇൽമിൽ കാണാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ അതിന് കുഴപ്പമില്ല. ഇന്ന മിൻ ഖിയാരി ഇബാദില്ലാ, അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന ചില അടിമകൾ യുറാഊന ശംസ വൽ ഖമറ വൽ നുജൂമ, അവർ പ്രത്യേകമായ സമയങ്ങൾ തെരഞ്ഞെടുക്കും. അല്ലാഹു പൊരുത്തപ്പെടുന്ന നല്ല കാര്യങ്ങൾ പറയാൻ, പ്രശംസിക്കാൻ അതേ റബീഉൽ അവ്വലിൽ നടത്താറുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉമർ മൗലവിന്റെ അനുശോചന കാവ്യം ഞങ്ങൾ മാലയിട്ട് ചിത്രീകരിച്ചു. അത് മുജാഹിദുകളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാറുള്ളത്, കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ മുഹീദ്ദീമാലൊക്കെ ചൊല്ലി നടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വേദിയിൽ ഒരു മുജാഹിദ് അങ്ങനെ അത് ആ മാല പാരായണം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പുണ്യകർമ്മം എന്ന രീതിയിൽ പാരായണം ചെയ്തതായിട്ട് മൂക്കി കീഴ്പ്പെട്ട ഒരു സുന്നിക്കും തെളിയിക്കാൻ കഴിയില്ല. ഒന്ന്. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇസ്ലാഹും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് മുങ്ങുക എന്നുള്ളത് സാധാരണ സ്വഭാവമാണ്. അതേസമയം അൽ ഇസ്ലാഹ് എന്ന പേരിൽ പിന്നീട് ഇസ്ലാഹ് എന്ന പേരിൽ ഇറങ്ങുന്ന ഇസ്ലാഹ് മാസികയിൽ അതിന് ശേഷം വന്ന ഒരു പതിപ്പില് അവസാനത്തെ പേജിന്റെ തൊട്ട് മുന്നത്തെ പേജിലായിട്ട് ഉമർ മൗലവിയുടെ അനുശോചന കാവ്യം എന്ന പേരിൽ വന്ന ഈ അനുശോചന കാവ്യത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നും അത് തിരുത്തി എഴുതിയിട്ടുമുണ്ട്. അത് കാണാതെ പോയത് ഉചിതമല്ല എന്നും ഈ സമയത്ത് അറിയിക്കാം. പിന്നെ ഓരോന്ന് കഴിഞ്ഞിട്ട്
കുട്ടിയെ ഇസ്ലാഹിന് എഡിറ്റർ ഒന്നുമില്ലേ? എഡിറ്റർ പറഞ്ഞാൽ പരിശോധിച്ച് ചിന്തിച്ച് ഇറക്കാനുള്ളതാണല്ലോ. എഡിറ്റർ ഒന്നും ഇല്ലേ ഇസ്ലാഹിന്? കൊടുക്കും വയ്ക്കാ കുട്ടിന്റെ അടുത്ത്. എഡിറ്റർ മാസമൊന്നല്ലോ, ചിലപ്പോ തെറ്റ് സംഭവിച്ചു പോകാലോ. അത് ശരി. അപ്പൊ എഡിറ്റർക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ടോ നോക്കാനല്ലേ സബ് എഡിറ്റർ ആവൂല്ലേ? അത് പിന്നെ അറിഞ്ഞതിന് ശേഷം. അറിഞ്ഞതിന് ശേഷം അല്ലേ? അപ്പൊ പിന്നെ പ്രസിദ്ധീകരിച്ച് ഇങ്ങനെ ആ പേജ് ഇങ്ങനെ ഒട്ടിച്ചേച്ചിക്കുന്നു, പിഞ്ചിതേച്ചിക്കുന്നു. സുന്നികൾ വിമർശിച്ചപ്പോ പണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നെ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ വെള്ളം കൊടുത്തു എന്ന സംഭവം അങ്ങ് എഴുതിയപ്പോ തിരൂരങ്ങാടി മുഖാമുഖത്തിൽ വെച്ച് അലവി സഖാഫി, കൊളത്തൂരും മാളിയക്കൽ സഖാഫിയെ പോലെയുള്ള ആളുകൾ അന്ന് മുതൽ സ്റ്റേജാന്തരം പേജാന്തരം വിമർശിച്ചപ്പോ 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവൻ തിരുത്തിയത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 25 പിരിച്ചിട്ടുണ്ടെന്ന് തോന്നി അല്ലേ? ഇതേപോലെയാണ് ഓരോ തിരുത്തലുകളും. അപ്പൊ പിന്നെ അത് മാലയായിട്ട് ഞങ്ങൾ കൊണ്ടെടുക്കാറുണ്ടോ? പിന്നെ എന്തിനാ ഇസ്ലാഹ് മാസിക? ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ തിരുത്തിയാലും ശരി തിരുത്തിയിട്ടില്ലെങ്കിലും ശരി, ഇൻഷാ അല്ലാഹ് തിരുത്തിയാലും ശരി തിരുത്തിയിട്ടില്ലെങ്കിലും ശരി, ഇൻഷാ അല്ലാഹ് അത് ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ പാടും. ഞങ്ങൾക്ക് എഴുതി ഇവിടെ ഉടുപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് പാടാനും ഉടുപ്പില്ല എന്ന് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ അത് തിരുത്തിയായിരുന്നു, എന്നാ ഇനി തിരുത്താണ്ട് നാം തിരുത്തൂടി ഓരോന്ന് ബൈക്കുമായി തിരുത്തി. ഇത് KM മൗലവിന്റെ മൗലൂദ. KM മൗലവിയെ സംബന്ധിച്ച് അതുപോലെ ഈ അബൂബക്കർ മൗലവി എന്നുള്ള ആൾ എഴുതിയ മൗലൂദാണ്. ഈ മൗലൂദ് തിരുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ എന്തൊരു തൂണ അത് തിരുത്തിണോ? بالصدق كان أبا بكر وحيدر في شجاعة وغدا بالعلم حسنانا. തിരുത്തിണോ? അതിലെന്താ ഉള്ളത്? ബഹുമാനപ്പെട്ട സത്യത്തിന്റെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിനെ പോലെയാണ്. ഇതെന്താ തറാവി 20 പറഞ്ഞാൽ അംഗീകരിക്കാത്ത? ബെല്ലിപ്പാന്റെ ഡബിൾ പോലെ തലീക്കെട്ടി എന്താ കെട്ടാത്ത? അല്ലേ? പലതും ചെയ്തിട്ടില്ലേ? പിന്നെ മുപ്പരിക്ക് എന്താണ്? ധൈര്യത്തിന്റെ വിഷയത്തിൽ അലി ഇബ്നു അബീ താലിബ്. അതുകൊണ്ടാണ് ആരോ ചടക്കം പൊട്ടിച്ചാൽ ഒച്ചകട്ടോട് കൂടെ പെണ്ണുങ്ങളെ പറത്തിയിട്ട് കൊടുങ്ങൽ ഒരു ഒറ്റ പോക്കരാ. അത് ധൈര്യത്തിന്റെ ഊക്കൊണ്ട് ഉസുറ് വലിച്ചെന്ന് അറിഞ്ഞിട്ടില്ല നിങ്ങള് ഈ പട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഉമർ മാല എന്നുള്ള എഴുതി വെച്ചതാണ്. സ്വന്തം വീടിന്റെ ചുമരിൽ എഴുതി വെച്ചതല്ല. ഒരു നിശ്ചിതമായ എഡിറ്റോറിയലിന്റെ കീഴിൽ പ്രസിദ്ധീകരണമായ ഇതിലുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തിരുത്തി എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. കണ്ടോ? ഉമർ മൗലവിയെ സംബന്ധിച്ച് അസ്ലം തലിർറഹ്മാനി മിസ്ല ഖലീലിഹി لتكون فينا أمة الأحرار أغنيت نضوك من متابعة السرى مرا بليل راكبا بنهار. അപ്പൊ ഇനി തിരുത്തി മറ്റൊന്ന് മറിച്ചെന്ന് പറയണ്ട. ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? അങ്ങനെ പല അനുശോചന കാവ്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുന്നികൾ സ്റ്റേജാന്തരം പ്രസംഗിച്ചു നടക്കുന്ന പോലെ അതൊക്കെ പാരായണം ചെയ്യുന്നതും അതൊക്കെ വീടുകളിൽ എടുത്തു വെക്കുന്നതും പുണ്യകർമ്മമാണെന്ന് നിങ്ങളോട് എഴുതി വിട്ടിട്ടില്ലല്ലോ. അത് ശരി. ഞങ്ങൾ വിമർശിക്കുന്നത് പുണ്യകർമ്മം എന്ന രീതിയിൽ നിങ്ങൾ നടത്തുന്ന മൗലിക പാരായണങ്ങളെയും മൗലികാഘോഷങ്ങളെയുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ ബുക്ക് വായിക്കാൻ ഒരിക്കലും ആരും വായിച്ചു പോകരുത്. അതൊക്കെ ദലാലത്താണ്, പിഴവാണ്, പുണ്യകർമ്മമല്ല. അല്ലേ? പുണ്യകർമ്മല്ലാതെ ലലാലത്തുനിന്ന് കിട്ടുമോ? പുണ്യകർമ്മം അല്ലാതെ പറഞ്ഞാൽ ലലാലത്തുനിന്ന് കിട്ടുമോ? ഇതൊരിക്കലും പുണ്യകർമ്മമല്ല. പിന്നെ എന്ത് കർമ്മമാണ് എന്നാ പറയുക? അത് അദ്ദേഹത്തിന്റെ ഒരു അനുശോചന കാവ്യം എഴുതി. അപ്പൊ അത് വായിക്കാൻ അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേക കൂലി കിട്ടുന്ന വേണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഒരാള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും. മരിച്ച ആൾക്കാരെ നല്ല കാര്യങ്ങൾ പറയാം. ഈ പറഞ്ഞത് മഹാസിനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയ ദമ്മിലാ വിടുക? അത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. ചോദിച്ചിന് മറുപടി അതാണ് വിഷയം. നിങ്ങൾ പറഞ്ഞത് പുണ്യകർമ്മമാണെന്നുള്ള നിലയ്ക്ക് പാടുക എന്നുള്ളതല്ല. ഒരു അംഗീകൃതമായ മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മഹാസിന മൗത്താക്കും എന്നതിന്റെ പരിധിയിലാണോ പെടുക, അതിനപ്പുറാണോ? അതാ ചോദിച്ചത്. ചോദിച്ചെന്ന് മറുപടി അറിയാം. എന്താ പഴഞ്ചക്ക
പരേതനായ ഉമർ മൗലവിനെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട. കാരണം നിങ്ങൾ മുയ്യദ്ദിമാന പാടും പോലെ ബദർമാന പാടും പോലെ ഞങ്ങൾ പാടും ഉമർ മൗലവിന്റെ മൗലൂദ് എല്ലാ വീട്ടിലും ഞങ്ങൾ പാടിയെടുക്കണമെന്നില്ല. അപ്പോ നിങ്ങളെല്ലാവരും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം. വായിക്കുക എന്നുള്ളതിന്റെ മാനാണ് എന്ത്? പാരായണം ചെയ്യാം. വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇസ്ലാഹ് മാസിക എന്നുള്ളത് അല്ലേ? അപ്പൊ ഇസ്ലാഹ് മാസിക വായിക്കുക എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക എന്നുള്ളതിന്റെ മാന ഇനി ലാസ്റ്റ് ഇരവുണ്ട്. മൊയ്തിമാലിന്റെ പോലെ ഇരവുണ്ട്. അല്ലയോ നാദ സംവീതമായ വിപത്തുകളിൽ നിന്നും ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരവുണ്ട്. പാടാൻ കഴിയുന്നില്ല. കാരണം ഇവരെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചിലപ്പോ രീതി കഴിഞ്ഞാലും പാട്ട് വെച്ചൂല, പാട്ട് കഴിഞ്ഞാലും രീതി വെച്ചൂല. അത് വേറെ വിഷയം. അപ്പൊ അങ്ങനെ ഒടുവിലെ ഇരവടക്കുണ്ട്. അപ്പൊ മാലന്റെ എല്ലാ ശൈലിയുണ്ട് അല്ലേ? എരവ് കണ്ടിട്ടില്ല നിങ്ങള്? സാബിന്റെ നേരത്ത് മന്നർ ഹുസൈനാരെ കാവൽ ഭാഷങ്കല്ല തെണ്ടിച്ച സ്വത്തുക്കൾ തൂക്കി നളർക്കുമ്പോൾ മൂഫർ ഹുസൈനാരെ കാവൽ ഭാഷങ്കല്ല. അതാണ് എരവ്. മനസ്സിലായില്ലേ? അല്ലാതെ എരഞ്ഞ് നടക്കാന്നല്ല. മനസ്സിലായോ? അതാണിത്. അപ്പൊ അതടക്കം ഇതിലുണ്ട്. അപ്പൊ ഇനി പാരായണം ചെയ്യലില്ല എന്ന് പറയരുത്. പാരായണം ചെയ്യാൻ വേണ്ടി ഇസ്ലാഹ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പാരായണം ചെയ്യാത്തിന് ഞങ്ങളല്ല ഉത്തരവാദികൾ, നിങ്ങളാണ്. അല്ലെങ്കിൽ ഇനി മേലാൽ ആ പരസ്യം ചെയ്യരുതെന്ന് പറയാം. മേലാല് വായിക്കുക, പ്രചരിപ്പിക്കുക, വരിക്കാരാവുക എന്നൊക്കെ ഉണ്ടല്ലോ. വരിക്കാരാകുക എന്ന് പറഞ്ഞാൽ വരിയായി നിൽക്കുക എന്നല്ല ഇതിന്റെ മേല. പിന്നെന്താ ഇത്? അത് വായിക്കുന്ന പ്രചാരകരായിട്ട് അതൊക്കെ വാങ്ങുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അത് കടല പുതിയാനല്ലല്ലോ. അതിനാ അപ്പൊ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഈ മമ്പ്രതങ്ങള് അതുപോലെ തന്നെ മടവൂർ ഷെയ്ഖ് ഇതുപോലെ ആളുകൾക്ക് മൗലൂദ് ഇതൊക്കെ ഓതാറുണ്ട് നിങ്ങൾ. എന്നാൽ ഈ മമ്പ്രതങ്ങള് മടവൂർ ഷെയ്ഖിന്റെ ആളുകളൊക്കെ അവിടുത്തെ ആൾക്കാരെ അറിയുള്ളൂ. ഇപ്പൊ ഒരു മമ്പുറത്തെ ആൾക്കാർ മമ്പുറത്തെ തങ്ങളെ പറ്റി അറിയുള്ളൂ. ഒരു മടവൂർ ഷെയ്ഖിനെ പറ്റിയാണ് അവിടുത്തെ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇവിടുത്തെ ആൾക്കാർക്ക് പൈനെ പറ്റി അറിയും. ഇവിടുത്തെ ആൾക്കാരോട് പൈന്റെ മൗലൂദ് ഞാൻ പറഞ്ഞ എന്താ കാര്യം? പിന്നെ ഉമർ മൗലവിനെ പറ്റി അപ്പൊ കൊച്ചിയിലുള്ള ആളെ എഴുതിയതോ? അല്ല ഇത് തന്നെ ഉണ്ട്. കൊച്ചിത്തെ അയാൾക്ക് അറിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ കൊച്ചി അപ്പൊ തിരുൾക്കാട്ട് ഇറക്കണ ഉമർ മൗലവിക്ക് കൊച്ചി കിടക്കണ ആളെ അറിയാല്ലേ? അത് ശരി. അപ്പൊ മമ്പുറം കിടക്കുന്ന ആളെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. ഇനിയിപ്പോ എന്താ കുഴപ്പം? അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യാസിർ, കോട്ടപ്പുറത്തു നിന്നാണ്. ഇവിടെ ഉസ്താദ് വിഷയാദനത്തിൽ പറഞ്ഞു സഹാബിമാരുടെയും നബിമാരുടെയും താബിയങ്ങളുടെയും താബിയങ്ങളുടെയും അതുപോലെ തന്നെ പൂർവികരുടെയും മാതൃക പിൻപറ്റിയാണ് നമ്മുടെ ഈമാൻ അല്ലെങ്കിൽ ഇസ്ലാം നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന്. ഇപ്പോൾ ഈ അടുക്ക് ഞാൻ മനസ്സിലാക്കിയത് 27-ാം രാവിന് എല്ലാവരും പള്ളിയിൽ പോകണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പള്ളിയിൽ പോയി ഇഅ്തികാഫിരുന്നു രാത്രി പുലരുവോളം എന്നൊക്കെയാണ് പഠിച്ചത്, മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഈ അടുക്ക് ഒരു 10 വർഷത്തിന് ഇങ്ങോട്ടായിട്ട് മേൽമുറി സ്വലാത്ത് നഗരിൽ നടക്കുന്ന സ്വലാത്തിൽ നിങ്ങൾക്ക് എവിടുന്നാണ് തെളിവ് കിട്ടിയത്? അതിന് പ്രത്യേകമായിട്ട് എവിടുന്നാണ് സുന്നത്തുള്ളത്? വെറുതെ മതത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആരാണ് അനുവാദം തന്നത്? ഒരു ചോദ്യം, ഒരു സംശയം ചോദിച്ചാൽ മറുപടി അറിയില്ല. സത്യം പറയണേ, കളവ് പറയണേ. ഒരു മിനിറ്റ്. ഞാൻ പണ്ഡിതനും അല്ല, ഞാൻ കിതാബ് തന്നെ ചോദിക്കൂല. ആയത്തെ ഹദീസല്ലേ ചോദിക്കണത്. ഈ 27-ാം രാവിലെ ഇത്തികാഫിൽ നീണം സത്യം പറ പള്ളിയിൽ ഇല്ല. എന്തേ? ഒരു സൽക്കർമ്മം ചെയ്യാൻ കഴിയുന്നില്ല എന്നില്ലെങ്കിൽ ഒരു ബിദ്അത്ത് ചെയ്യുക പ്രോത്സാഹനമാണോ? ആ ശരി. ഇപ്പൊ സംശയിച്ചു. അപ്പൊ നിങ്ങളത് ചെയ്തിട്ടില്ല. അപ്പൊ 27-ാം രാവിന് മുട്ടിപ്പടി എന്ന് പറഞ്ഞിട്ട് മുട്ടിപ്പടി നടത്താൻ തന്നെ ബാബുൽ കോടഞ്ചേരി കിതാബിൽ ഉണ്ടാവില്ല കേട്ടോ. കിതാബും കോടഞ്ചേരിക്കാർക്കുള്ള വിധികൾ ഉണ്ടാവും, വേറെ വിഷയം. അപ്പോ മുട്ടിപ്പടിയിൽ ഒരു സലാത്ത് ഹൽക്ക സംഘടിപ്പിക്കുന്നു. 27-ാം രാവിന്റെ ആ ദിവസത്തിൽ മുട്ടിപ്പടിയിൽ സലാത്ത് ഹൽക്കയുണ്ട്. ദിക്റിന്റെ മജ്ലിസ് എന്നാൽ ഒരു പുണ്യകർമ്മമാണ്. എത്തിക്കാഫ് എന്നാൽ മറ്റൊരു പുണ്യകർമ്മവുമാണ്. എത്തിക്കാഫ് എന്നത് ഒരു പുണ്യകർമ്മമാണ്. ദിക്ർ ഹൽഖ എന്നുള്ളത് മറ്റൊരു പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിക്കാഫിൽ നിന്നിരുന്നു. പുണ്യകർമ്മം എന്നുള്ളതിനുള്ള തെളിവ്. ദിക്ർ ഹൽഖ പുണ്യകർമ്മമാണ് എന്നതിനുള്ള തെളിവാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
ദിക്റിന്റെ മജ്ലിസിൽ മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അവർ സ്വർഗത്തെ ചോദിച്ചാലും നരകത്തെ ചോദിച്ചാലും മഗ്ഫിറത്തിനെ ചോദിച്ചാലും അള്ളാഹു കൊടുക്കും എന്നും ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ മറൽതും ബിരിയാദിൽ ജന്ന, നിങ്ങൾ സ്വർഗ പൂന്തോപ്പിലൂടെ പോകുമ്പോൾ നിങ്ങൾ മേക്കണം. ഇല്ല ഇതാക്കാന ഇന്നൽ 27 രാവി, അങ്ങനെ ഹദീസിന്റെ വാക്കില്ല. നിങ്ങൾ ദിക്റിന്റെ മജ്ലിസിന്റെ അടുക്കലൂടെ പോയാൽ, നിങ്ങൾ റൗളത്തും ബിരിയാദിൽ ജന്നയിലൂടെ പോയാൽ നിങ്ങൾ മേയണം. എന്താണ് ഇതിന്റെ താല്പര്യം? അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ മുജാഹിദുകൾ തന്നെ എഴുതി, ജനങ്ങൾ കൂട്ടമായിരുന്ന് ദിക്ർ ചൊല്ലുന്ന സ്ഥലം. അപ്പൊ ജനങ്ങൾ കൂട്ടമായി ഇരുന്ന് ദിക്ർ ചൊല്ലുക എന്നത് പുണ്യകർമ്മമാണ്. ഈത്തിക്കാഫ് എന്നതും ഒരു പുണ്യകർമ്മമാണ്. ഇപ്പൊ 27 രാവിന്റെ ദിവസത്തിൽ ഒരാൾ പള്ളിയിൽ ഇരിക്കുന്നില്ല നിൽക്കുക, നിങ്ങൾ ഇരുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നില്ലെങ്കിൽ ഇയാൾക്ക് ഇനി വേറൊരു പുണ്യകർമ്മം ചെയ്യാൻ പറ്റൂല. പള്ളിന്റെ പുറത്തുനിന്ന് സലാത്ത് ചെല്ലാൻ പറ്റുമോ? ഈത്തിക്കാഫ് ഇരിക്കാത്ത നിങ്ങൾ മുട്ടിപ്പടി പോട്ടെ, മുട്ടിപ്പടിക്ക് പോട്ടെ, കൊട്ടപ്പുറത്ത് നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ കൊട്ടപ്പുറത്ത് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും, കൊട്ടപ്പുറത്ത് വെച്ചിട്ട് പേരന്റെ മുറ്റത്ത് നിങ്ങൾ സലാത്തില്ലി നിൽക്കുക, കൂലിട്ടോ? തീർച്ചയായും കിട്ടും. എന്തുകൊണ്ട്? അത് എന്റെ വ്യക്തിപരമായ താല്പര്യം വെച്ചിട്ട്. അപ്പൊ വ്യക്തിപരമായി അതായത് നിങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രത്യേക സുന്നത്താണ്, എല്ലാവരും കൂടിയിരുന്ന് ചെല്ലണം എന്ന് നബി പഠിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ളൊരു താപ്യങ്ങൾ അല്ലെങ്കിൽ പൂർവികർ പഠിപ്പിച്ചു എന്ന രീതിയിലാണെങ്കിൽ, അങ്ങനെ പഠിപ്പിച്ചത് എവിടെ പഠിപ്പിച്ചു? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതോടുകൂടി തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സ്വർഗത്തിലേക്ക് അടുക്കുന്നതും നരകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. അതേ സ്ഥാനത്ത് ഇങ്ങനെ ഒരു കൂടിയിരുന്ന് 27 പള്ളിയിലേക്ക് ക്ഷണിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ നേർ ധിക്കാരമല്ല ചെയ്യുന്നത് ശരിക്ക്. അപ്പോ നിങ്ങൾക്ക് പള്ളിയുടെ പുറത്ത് വെച്ച് ദിക്ർ ചെല്ലിയാലും സ്വലാത്ത് ചെല്ലിയാലും കൂലി കിട്ടും. അഥവാ ഈത്തിക്കാഫ് അല്ലാത്ത ഒരു സൽക്രമം നിങ്ങൾക്ക് ചെല്ലിയാൽ പ്രതിഫലം കിട്ടും, നിങ്ങൾ സമ്മതിച്ചു. രണ്ടാമതായി ഒരുമിച്ച് കൂടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ സുന്നത്തായിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. അതൊരു ഉപാധിരഹിതമായ ഇന്ന സമയത്തെ ആകാവൂ എന്ന് പറയാത്ത കാലത്തോളം 27 രാവിലെ സംഘടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ദിക്ർ ഹൽഖ ഇന്ന സമയത്തെ ചെയ്യാവൂ സംഘടിപ്പിക്കാവൂ എന്ന് പറയാത്ത കാലത്തോളം 27 രാവിന് പറ്റൂല എന്ന് പറയാൻ പറ്റൂല. 27 രാവിനും അത് ബാധകമാണ്. അപ്പൊ ഒരാൾ ഈത്തിക്കാഫിരിക്കുന്നു, മറ്റൊരാൾ ദിക്ർ ഹൽഖ സംഘടിപ്പിക്കുന്നു എന്നൊക്കെ. ദിക്ർ ഹൽഖ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ദിക്റല്ല അല്ലെ, ഒരുമിച്ചിരുന്ന് ദിക്ർ ചെല്ലുക എന്നുള്ള ദിക്റിന്റെ മജ്ലിസ് അത് സഹീഹ് മുസ്ലിമിലുണ്ട്, അത് ബുഖാരിയിലുമുണ്ട്. അത് പൊതുവാണ്, എല്ലാ സമയത്തും ബാധകമാണ്. 27 രാവിൽ ഒഴികെ എന്ന് ഒരൊറ്റ ഹദീസിലില്ല. അപ്പൊ ഈ പുണ്യകർമ്മം നിർവഹിക്കുക എന്നത് ഈ കൂട്ടായ ശൈലി നിർവഹിക്കുക എന്നതിൽ കുഴപ്പമില്ല. ഇപ്പൊ കണ്ടങ്ങള് എക്സിബിഷനുകാരോട് 7 ചോദ്യങ്ങൾ. സാൽവേഷൻ നടത്തിയ കോഴിക്കോട്. സാൽവേഷൻ എന്ന് പറഞ്ഞിട്ട് സംഗതി ഇന്റർനാഷണൽ ഫ്ലക്സിബിഷൻ ആണ്, എക്സിബിഷൻ അല്ല. കാരണം കുറെ ഫ്ലക്സ് ബോർഡ് അതിലുണ്ടായിരുന്നു. അപ്പൊ ഏതായിരുന്നാലും അതിൽ കാണാം, ഖുർആൻ ഓതിയും ഊതിയും സുന്നികൾ പൈസ വാങ്ങിയതിനെ കളിയാക്കിയവർ ഖുർആൻ എഴുതി തൂക്കി പണം വാരിക്കൂട്ടിയ കഥയാണ് ഡിസംബറിലെ 10 ദിവസം കോഴിക്കോട്ട് കണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ ചാർട്ടർ പ്രദർശനം നടത്തിയവരോട് ചില ചോദ്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന് ദീൻ ദഅവത്ത് നടത്താൻ ടിക്കറ്റ് വിൽപ്പന അനുവദിക്കുന്ന ഒരു തെളിവ് ഏതെങ്കിലും ഇസ്ലാമിക പ്രമാണത്തിൽ നിന്ന് പറഞ്ഞു തരാമോ? ഒന്ന് ഒരു മിനിറ്റ്, ഇത് ചോദിക്കാൻ എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത കാര്യമല്ലേ ഇത്, അതുകൊണ്ട് അങ്ങനെ അല്ലേ ഇത് എന്നുള്ള ചോദ്യത്തിനാണ് നിങ്ങളും അങ്ങനെ നടത്തുന്നില്ലേ. ടിക്കറ്റ് ഉണ്ടോ? അതായത് ഞാൻ ചോദിച്ച ചോദ്യത്തിനാണ് അതിന് ഞാൻ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഉണ്ട്. ഇത് നിങ്ങൾ ചോദ്യത്തിൽ ഇഷ്കാല് തീർക്കണത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലുള്ള സംശയമാണ് എന്ത്? നിങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കാത്തോ ചെയ്യാത്തോ അനുവദിക്കാത്തോ ഒന്നും ചെയ്യല മുസാഹിബിനെ നടുക്കണ്ടങ്ങളാ. അതായത് അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അത് അങ്ങനെ ഉണ്ടോ? ഒന്ന്. പിന്നെ രണ്ടാമതായി, ഖാദിയാനികളും ക്രിസ്ത്യാനികളും കണ്ടുപിടിച്ച എക്സിബിഷൻ പാലം പണി എങ്ങനെയാണ് മുജാഹിദികൾക്ക് ചേരുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച എന്താണ്? സ്വലാത്ത് മുട്ടിപ്പടിയിൽ ഹൽക്ക നടത്തുമ്പോ അത് ബിദഅത്തല്ലേ?
നമ്മൾ പറഞ്ഞത് വിദേഹത്തല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിക്ർ ഹൽഖയെ അംഗീകരിച്ചിട്ടുണ്ട്. അത് പൊതുവായ തത്വമാണ്. പൊതുവായ തത്വത്തിൽ ആ ദിവസം പറ്റുകയില്ല എന്നാണ് നിങ്ങൾക്ക് വാദമെങ്കിൽ അതിനെ ഖാസാക്കാൻ, പ്രത്യേകമാക്കാൻ നിങ്ങളെടുത്ത് വല്ല തെളിവും ഉണ്ടോ? അതായത് നേരത്തെ പറഞ്ഞു, ഇതായത് എന്നിരുന്നാലും തന്നെയുമല്ല, അങ്ങനെയല്ല, ശരിക്കും നേരിക്ക് നേരം പറയും. പിന്നെ പറയാനുള്ളത് അതായത് ആകെ അതായത് ഈ പ്രശ്നം മുഴുവനും ഭൗതികതയിൽ, അതായത് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മോടി കൂട്ടാൻ ഇപ്പോൾ മൈക്ക് വേണം എന്നില്ല പ്രസംഗിക്കാം. പക്ഷെ മൈക്ക് എന്തിനാണ്? എല്ലാവരും കേൾക്കണം എന്നുള്ള പർപ്പസാണ്. പക്ഷെ പ്രവാചകൻ പ്രസംഗിച്ചപ്പോൾ ഒരിക്കലും മൈക്ക് ഉപയോഗിച്ചിട്ടില്ല. കാരണം അന്നത്തെ കാലത്ത് മൈക്ക് അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭൗതികതയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ഇപ്പോൾ തൗഹീദിന്റെ പ്രചരണ രംഗത്ത് ആധുനികമായ എക്സിബിഷൻ എന്താണ്? ഇസ്ലാമികമല്ല, ഭൗതികമാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ആധുനികമായ രീതിയിൽ എങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താം എന്നുള്ളതാണ് എക്സിബിഷനിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അല്ലാതെ അതൊരു മറ്റൊരു ഉദ്ദേശത്തിനു കൂടിയല്ല, അല്ല വേണ്ടിയിട്ടല്ല. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവസാനത്തെ 10 ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം, അതുകൊണ്ട് അരയും മുറുക്കി മറ്റേ ഇത്തികാഫിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഈ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ശരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈത്തികാഫേ ഇരിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് ഇനി കേട്ടോളൂ ഒരു മറുപടി. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ടവരും ബഹുമാനപ്പെട്ട സിലത്ത് ബിൻ അശ്യൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഷജറത്തുൽ റിളവാൻ, ബൈഅത്തുൽ റിളവാൻ എന്ന് പറയുന്ന ബൈഅത്ത് നടന്ന സ്ഥലത്ത് ഒടുവിലെ 10-ൽ പ്രത്യേക ഹൽഖ സംഭവിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമിഉൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? ഒടുവിലെ 10-ൽ പ്രത്യേക ഹൽഖ സഹാബത്ത്. കുഞ്ഞുട്ടി ഇങ്ങോട്ട് നോക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടൊരു കർമ്മണ്ട് ഹജ്ജിന്, അല്ലെ? അൽ ഹജ്ജു അറഫ, അങ്ങനല്ലേ ഹദീസ്? ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. അറഫയിൽ ഹാജിമാര് നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അത്തഅറുഫു ബി അറഫ, അറഫക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന നിലക്ക് പ്രത്യേക ദിക്ർ സ്വലാത്തുകൾക്ക് വേണ്ടി സഹാബത്തെ കിറാം ഒരുമിച്ച് കൂടിയിരുന്നു എന്നും ഹദീസിന്റെ കിതാബിലുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഒരു കൂട്ടായ ദിക്റിൻ്റെത് എന്നത്, ദിക്ർ ചൊല്ലുക എന്ന മജ്ലിസ്, അത് പൊതുവായി ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടാൽ ഇന്ന സമയത്തെ ചെയ്യാവൂ എന്ന് പറയാത്ത കാലത്തോളം എല്ലാ സമയത്തും ചെല്ലാം. ഇപ്പോ 27 ഈത്തിക്കാഫേ ആകാവൂന്നില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു മുറ്റത്ത് വെച്ചിട്ട് സലാത്ത് ഇല്ലാതെ എനിക്ക് കിട്ടും. നിങ്ങൾ ഈത്തിക്കാഫ് അവിടെ ഇരുന്നിട്ടില്ല, എന്നാൽ നിങ്ങൾ സലാത്തിലെ കൂലിട്ടും. എന്തുകൊണ്ട്? ഈത്തിക്കാഫ് എന്ന കർമ്മം മാത്രമല്ല പുണ്യകർമ്മം. ലൈലത്തുൽ ഖദർ പള്ളിന്റെ ഉള്ളിൽ മാത്രമേ, മിനാരത്തിന്റെ ഉള്ളിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അങ്ങനെ ഉണ്ടോ? ലൈലത്തുൽ ഖദർ മൊത്തം ഇറങ്ങൂല, പാടത്തും ഇറങ്ങും, പറമ്പിലും ഇറങ്ങും, എല്ലായിടത്തും ഇറങ്ങും. തനസ്സൽ മലായികത്തു വറൂഹ് ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈത്തിക്കാഫിരുന്നു മദീന പള്ളിയിൽ. സഹാബത്ത് മുഴുവൻ ഈത്തിക്കാഫ് ഇരിക്കുന്നു. അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോ ഈത്തിക്കാഫ് ഒരു പുണ്യകർമ്മമാണ്, അതുപോലെ മറ്റുള്ളതും പുണ്യകർമ്മമാണ്. ദിക്ർ ഹൽഖ പുണ്യകർമ്മമാണ്. ഇന്ന സമയത്തെ പാടുള്ളൂ എന്ന് പറയാത്ത കാലത്തോളം എല്ലാം പുണ്യകർമ്മമായിട്ട് തന്നെ അംഗീകൃതമാണ് എന്ന് സഹോദരനോട് ഉണർത്തുകയാണ്. പിന്നെ ദിക്ർ ഹൽക്കയിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ തടയണം എന്ന് വരെ പറയുകയും ചെയ്യുന്ന സുന്നി പ്രസ്ഥാനം എന്തുകൊണ്ടാണ് സ്ത്രീകളെ അങ്ങോട്ട് തടയാത്തത്? അർദ്ധരാത്രിയും അവിടെ സ്ത്രീകൾ നിൽക്കുന്നത് പള്ളിയിൽ വരുന്നതിനേക്കാൾ വലിയ അപകടമല്ലേ? ചോദ്യം. ദിക്ർ ഹൽഖ, ഇൽമിന്റെ മജ്ലിസ്, ദുആഇന്റെ മജ്ലിസ് എന്ന സ്ഥലത്തിൽ പരിപൂർണമായ ഹിജാബ് പാലിച്ചുകൊണ്ട് സ്ത്രീകൾ പോവുകയാണെങ്കിൽ തടയേണ്ടതില്ല. പക്ഷെ ഇന്നിന്റെ സാഹചര്യങ്ങൾ അത് പ്രയാസകരമായത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അടക്കം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മുട്ടിപ്പൊടി സലാത്തിന് പറ്റില്ലല്ലോ,
ഇല്ല. അപ്പൊ അവിടെ പോയി നോക്കി അറിയ പെണ്ണുങ്ങളെ വരവിനെ നിരുത്സാഹപ്പെടുത്തിയ ഒരുപാട് വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളുടെ അവതാരമായിട്ടാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത്തരം പുണ്യാത്മാക്കളെ യഥാർത്ഥത്തിൽ അവരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ അവരൊക്കെ യഥാർത്ഥത്തിൽ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച ആളുകളായിരുന്നു. അടിയല്ല, മുകൾ ഉറച്ചിട്ടുണ്ട്. പരിഹാസം വേണ്ട, അല്ല വിഷയം പറഞ്ഞതാണ്. നിങ്ങളെ മൗലിദ് കിതാബിലല്ലാതെ മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്നോട് വിളിച്ചോളൂ എന്ന് അദ്ദേഹത്തിന്റെ വല്ല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന അബ്തഅത്ത് ഗാറത്തുൽ അർഹാമി തുടങ്ങിയ പദ്യം അല്ലാത്ത മറ്റു പദ്യങ്ങളൊക്കെ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അദ്ദേഹം തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത്തരം കാര്യം ജനങ്ങളോട് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ സ്വന്തം വകയിൽ ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്ങലും തുടങ്ങിയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ബദരീങ്ങളോടും മൊഹീദ്ദീൻ ഷെയ്ഖിനോടും ഇവരോടൊക്കെ ചോദിക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കി തീർത്ത് നിങ്ങളുടെ സ്വന്തം വകയായിട്ടാണ്. കഴിഞ്ഞോ? ഓരോന്ന് കയറിയൊന്നേക്കോട്ടെ. അപ്പൊ അദ്ദേഹം ചോദിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തൗഹീദിൽ അടിയുറച്ച വ്യക്തിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പറഞ്ഞിരുന്നത് യാതൊന്നു കാണുவது നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുவது നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുவது നാരായണായ നമഃ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം തലക്ക് പിടിച്ച പച്ച അവിശ്വാസിയായി ചിത്രീകരിച്ച നിങ്ങളുടെ മനം മാറ്റത്തെ ഈ സമയത്ത് ശ്ലാഘിക്കുകയാണ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട കൂട്ടത്തിൽ മറ്റൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നു, മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല. ഞാൻ കാന്തപുരത്തോട് വരെ ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്നിട്ടല്ലേ ഇവരോട് ചോദിക്കാൻ, ചോദ്യത്തിന് മറുപടി പറയാൻ എന്നൊക്കെ ആർക്കെങ്കിലും ശങ്കയുണ്ടെങ്കിൽ അവരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, കാന്തപുരത്തിന്റെ മക്കൾ നിങ്ങളുടെ ചോദ്യത്തിന് ചങ്കടപ്പിക്കുന്ന മറുപടി തരാൻ പര്യാപ്തമാണ് എന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും തെരുവോരങ്ങളിൽ ശബ്ദമൂമ കാളമൂത്ര വിസർജനം നടത്തിക്കൊണ്ട് തെരുവ് മലിനമാക്കാതെ, പരിസ്ഥിതി മലിനീകരണം നടത്താതെ നിങ്ങൾക്ക് വന്നുകൊണ്ട് ചോദിക്കാം. കാന്തപുരത്തിന്റെ മക്കള് നിങ്ങളുടെ ഏതേത് ചോദ്യങ്ങൾക്കും കണക്ക് പറഞ്ഞ് മറുപടി പറയാൻ തയ്യാറുള്ളവരാണ്. അതുകൊണ്ട് അതും ഇതും പറഞ്ഞ് ആളുകളെ പറ്റിക്കണ്ട. അതുകൊണ്ട് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്, വിനയത്തോടെ പറയാനുള്ളത്, വരൂ നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ മുഴുവൻ സുരക്ഷിതത്വവും എല്ലാവിധ നിങ്ങൾക്കുള്ള രക്ഷയും നിങ്ങൾക്ക് ഇവിടെയുണ്ട് എന്നുണർത്തുന്നു. അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾ നടത്തരുത്. നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട തന്റേടമുള്ളൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിൽ ഈ രൂപത്തിൽ സ്റ്റേജ് കെട്ടിക്കൊണ്ട് സംസാരിക്കാനും ഉമ്മവറ്റവല്ല വഹാബികൾക്കും കഴിയുമോ എന്ന് ഈ സമയത്ത് ചോദിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ഇബ്ലീസ് അടക്കമുള്ള വഹാബികൾക്ക് അതിന് സാധ്യമല്ലേ അല്ല എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് അത്തരം പാക്ക് കസർത്തുകളൊന്നും പുറത്തു പറയാതെ, നാണമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, ആണത്വമുണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ, തലന്റെ ഉള്ളിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കുക. അല്ലാതെ അജാതി വർത്താനം അവിടെ പറയരുത് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്, വിനയമായിട്ട്, ലളിതമായിട്ട്. ഇനി ഇയാളെ ചോദ്യത്തിന് മറുപടി. നമുക്ക് അങ്ങനത്തെ വിഷയമല്ല. ആശയം ആരുടെ മുമ്പിലും പറയാം. ഇത് മുജാഹിദീങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടുകൊള്ളുക, നിങ്ങൾ വേറെ പരിപാടി വെച്ചുകൊള്ളുക. ഇത് ഒരാളെന്താണ്, ഒരു കുട്ടി എല്ലാവരോടും ചോദിക്കും തല്ലാണ്ടോ, തല്ലാണ്ടോന്ന് ചോദിക്കാണ്, കൊഞ്ഞപ്പടേൻ അങ്ങനെ തല്ലാണ്ടോന്ന് ചോദിക്കും. അപ്പൊ ഒരു ചേർക്കും ഉണ്ട് എന്നാണ് കൂടെ, അതില്ല, അതായത് അടിയില്ല, അതില്ല, ഇതില്ല, ഉണ്ടില്ല, തോത്തില്ല, ഒതും പുത്തം പുതുത്തമ്മാത്തതും. ഈ ശൈലി വേണ്ട.
അതുകൊണ്ട് വൺ വേ, ഫേസ് ടു ഫേസ് വരൂ, ചോദിക്കൂ. അതുകൊണ്ട് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് കിട്ടിയില്ല, പേരോടിനോട് ചോദിച്ചിട്ട് കിട്ടിയില്ല, മാളിയേക്കലിനോട് ചോദിച്ചിട്ട് കിട്ടിയില്ല, മറ്റവർക്ക് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയണ്ട. ഈ പുളിക്കൽ എന്ന് പറയുന്ന പ്രദേശം വഹാബിസത്തിനെ കബറടക്കിയ സ്ഥലമാണ്. പുളിക്കൽ മുഖാമുഖം ഇന്നും അറിയപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരത്തിന്റെ കൊട്ടപ്പുറത്തെ കട്ടപ്പാടത്ത് മുട്ടുകുത്തിച്ച വഹാബികളെ, ആർക്കെങ്കിലും ആദർശമുള്ളവരുണ്ടെങ്കിൽ ഇനി വരൂ. AP ഉസ്താദ് വരേണ്ട ആവശ്യമില്ല, വന്യരായ പേരോട് ഉസ്താദ് വരേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദിന്റെ ചുണക്കുട്ടികൾ ആയിരക്കണക്കിന് സഖാഫി മക്കള് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് ആരും മെല്ലെ വിളിക്കുന്നില്ല, മെല്ലെ വിളിക്കുകയാണ്, പേടിയാണ് ഒരിക്കൽ. അതുകൊണ്ടാണ് അപ്പൊ അജാതി വർത്താനം പറയണ്ട. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ ഏതെങ്കിലും കിതാബിലുണ്ടോ എന്നാ ചോദ്യം. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ ഫുതൂഹുൽ ഗൈബി എന്ന ഗ്രന്ഥത്തിനെ അതിമഹനീയ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ചവരാണ് മുജാഹിദുകൾ. അതിന്റെ അവസാന ഭാഗത്ത് കാണാം ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, അനഖുതുബുൽ അഖ്താബിൽ, ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്, അനഖുതുബുൽ അഖ്താബിൽ വുജൂദി ഹഖീഖതൻ അലാ സായിരിൽ അഖ്താബി ഖൗലി ബിഹുർമതി തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വസിദ്ദതി അഗീഫുക ബിൽ അശിയാഇ തുറം ബിഹിമ്മതി മുരീദി ഇദാ മാ കുൻത ശർഖൻ വമഗ്രിബാ അഗീഫുക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമതി. എന്നെ പിടിച്ചവരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവര്. അതുപോലെ തന്നെ ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥം ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് അവിടുത്തെ ബഹുമാനപ്പെട്ട ഇബ്തുത്തുൻ നാദിർ എന്ന ഗ്രന്ഥത്തില് ഇതിനെ പരിചയപ്പെടുത്തിയതായി കാണാം. ബഹ്ജത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങള് പ്രശംസിച്ച ഗ്രന്ഥമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ ചരിത്രം വിശദീകരിച്ചതാണ്. ഇബ്നു തൈമിയ്യ വരെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കാണാം ശൈഖ് അബുൽ ഖാസിം അൽ ബസ്സാർ قال سمعت سيدي الشيخ محي الدين عبد القادر رضي الله عنه يقول من استغاث بي في كربة كشفت عنه ومن عاداني باسمي في شدة فرجت عنه. എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖാദിയാനി വാദഖണ്ഡനം എന്ന പുസ്തകത്തിലെ KM മൗലവി സാഹിബ് നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി സമാധാന നായകനായി പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങളെ പോലെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുജദ്ദിദാനി എന്ന് പരിചയപ്പെടുത്തിയ മഹാനാണ്. ആ ഇമാം സുയൂത്തി തങ്ങളെ സംബന്ധിച്ച് KM മൗലവി സ്മാരക ഗ്രന്ഥം എന്ന് പറയുന്ന ഈ പുസ്തകത്തിലും മുജദ്ദിദായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖാദിയാനി വാദഖണ്ഡനം എന്ന പുസ്തകത്തിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖാദിയാനി വാദഖണ്ഡനം എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഈ ബുക്കിൽ പരിചയപ്പെടുത്തിയ മുജദ്ദിദായ ഇമാം സുയൂത്തി അവിടുത്തെ കിതാബുർ റഹ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ശൈഖ് ജീലാനി തങ്ങളോട് ഇസ്തിഗാസ നടത്തിക്കോ. കാരണം എന്താണ്? മഹാരഥന്മാരോട് സഹായം ചോദിക്കുക എന്നത് അമ്മൽ ഇസ്തിംദാദ് മിനൽ അംബിയാഇ വൽ ഔലിയാഇ വഹുവ അംറുൻ മഹ്ബൂബുൻ സാബിത്തുൻ ബിൽ കിതാബി വസ്സുന്ന. മഹാരഥന്മാരോട് സഹായം ചോദിക്കുക എന്നത് അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ അവിടുത്തെ ശർഹ് ഖസീദത്തുൻ നഫ്സി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട വിഷയമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ നയം മാറ്റിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നയം മാറ്റാത്ത ഒരു സുന്നികളുണ്ടോ? മുൻകാലത്തൊക്കെ സുന്നികള് കേരള ജനതയെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് പിന്മാറ്റി നിർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണ്. നാട് നീളെ പ്രസംഗിച്ചെടുത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണെന്ന് എവിടെ പറഞ്ഞു? കേരളക്കരയിൽ ഒരു കാലത്ത് സുന്നി നേതാക്കൾ പ്രസംഗിച്ചു നടന്നിരുന്നു. എവിടെ പറഞ്ഞു? പ്രസംഗിച്ചു നടന്നതാണ് കേരള ജനതയിൽ. ഒരു കാലത്ത് അന്നിപ്പോ നിങ്ങൾക്ക് എത്ര ആയസ്? എന്റെ പൂർവികര ആളുകൾ പറഞ്ഞു കേട്ടാണ് ഞാൻ. ആ പൂർവികര ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്, പറഞ്ഞു നടന്നിരുന്നു. അത് എവിടെയും കണ്ടിട്ടില്ല. കിതാബിൽ അവർ പ്രസംഗിച്ച കിതാബിൽ കാണുമല്ലോ. അല്ല, പ്രസംഗിച്ചത് എന്താണ്? ലത്തീഫ് മൗലവി റബീഉൽ അവ്വൽ 12 പ്രഭാഷണം നടത്തിയത് അൽമനാറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ പ്രസംഗങ്ങളൊക്കെ എന്തുണ്ട് എഴുതിയൊക്കെ. ഒരു കാലത്ത് നിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനോട്
ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. പിൽക്കാലത്ത് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയങ്ങളാണ് നാട് നീളെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഖുർആൻ പരിഭാഷകൾ ഒരു കാലം വിമർശിച്ചു, ഇപ്പൊ നിങ്ങൾ ഖുർആൻ പരിഭാഷകളും തുടങ്ങി. ഇങ്ങനെ നയം മാറ്റുക എന്നുള്ള സുന്നികളുടെ പരിപാടിയാണ്. ഒരു മിനിറ്റ്, ഈ മഞ്ഞപ്പിത്തുള്ള ആൾക്കാരോട് പറയും ഡോക്ടർമാരെ പൊരിച്ചപ്പടം കൂട്ടരുത്. അതിന്റെ അർത്ഥം പൊരിച്ചപ്പടം ആറാമെന്നല്ല, ചുട്ടതേ കൂട്ടാവൂ. കൊഴുപ്പ് ചില സമയത്ത് പറ്റൂല. ചില സാഹചര്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷുകാരുടെ സംസ്കാരം എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള സമരത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഇത് വളരെ വ്യക്തമായി മുജാഹിദുകൾ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല, പല മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിലുണ്ട്. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക, മലയാളം തന്നെ പഠിക്കുക എന്നതിൽ നിന്ന് നമ്മെ വിമുഖരാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അഥവാ പൊതുവെ ഇംഗ്ലീഷ് വായിക്കാൻ പാടില്ല. അന്നത്തെ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ പറഞ്ഞിരുന്നു. വളരെ വ്യക്തമാണ്. അന്ന് ഇംഗ്ലീഷ് പഠിക്കുക, അവരെ സംസ്കാരം പാലിക്കുക എന്നുള്ളത് അത് അവരോടുള്ള ഒരു പ്രതിപത്തിയും ആഭിമുഖ്യവും തോന്നും എന്ന് കരുതിയിട്ടാണ്. അപ്പോ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനടക്കം അത് ഇന്നും എന്നും സുന്നത്തെ മതത്തിന്റെ ആളുകൾ പറയുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് അങ്ങനെ സാഹചര്യം. ഇന്നുള്ള സാഹചര്യം ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരൊക്കെ പോയി, ലോകഭാഷയായിട്ട് ലോകത്ത് പല ഭാഗങ്ങളിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, അതുപോലെ സംഗതികളൊക്കെ നോക്കേണ്ടി വരും, നെറ്റിൽ നോക്കേണ്ടി വരും. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ അനിവാര്യമാണോ? പഠിക്കാം. അന്ന് ബ്രിട്ടീഷുകാരുടെ സംസ്കാരം അത് അവർക്ക് കൂടെ ഒരു വളമയാകുമോ എന്ന് കരുതിയിട്ടാണ് മുജാഹിദുകൾ അടക്കമുള്ള ആൾക്കാർ അതിന് വിമർശിച്ചത്. സുന്നികൾ മാത്രമല്ല. ശരിയായോ? അപ്പൊ പിന്നെ നയം മാറ്റി എന്നുള്ള വർത്താനം പറയരുത്. അത് നയം മാറ്റിയതല്ല. അന്നുള്ള നയം അന്നത്തെ സാഹചര്യമാണ്, ഇന്നുള്ള നയം ഇന്നത്തെ സാഹചര്യ. ഈ നയം മാറ്റലല്ല. 1948 സുബൈക്ക് കുനൂത്ത് സുന്നത്ത്, പിന്നീട് എന്തുമാവാം 2007 ബിദ്അത്ത്, അതുപോലെ തന്നെ 52 വരെ സുന്നത്ത്, പിന്നീട് അതെന്താണ് ശിർക്ക്, പിന്നീട് അത് ഹറാമോ കറാഹത്തോ രണ്ടിലൊന്നാകാനേ തരുള്ളൂ. ഇങ്ങനെയൊക്കെ കുറെ പറയുന്നുണ്ടല്ലോ. ആ നയം മാറ്റലല്ലത്. ശരിയായോ? ഖുർആൻ പരിഭാഷന്റെ കാര്യത്തിലോ? ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എന്ന് കേവിക്കെതിരെ ഒരു കാലത്ത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എഴുത്തിലും പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞു നടന്നിരുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും പരിഭാഷപ്പെടുത്താൻ കഴിയുകയില്ല എന്നും അതുകൊണ്ട് അതിന് മുതിരരുത് എന്നും മുജാഹിദിന്റെ 4 വാള്യമുള്ള ഇസ്ലാമിക വിശ്വാസ ദർശനം എന്ന പുസ്തകത്തിന്റെ 1-ാമത്തെ വാള്യത്തിൽ 553-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ്. അതുകൊണ്ട് ആ വിഷയം ഇങ്ങോട്ട് പറയുന്നത് അതൊരിക്കലും പറയാൻ പാടില്ല. കാരണം ഞങ്ങളുടെ പരേതനായ ഉമർ മൗലവി സാഹിബ് ഉൾപ്പെടെ അദ്ദേഹം പരിഭാഷ എഴുതി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹമാണ് മാതൃക. ഉമർ മൗലവി ഉൾപ്പെടെയുള്ളവർ പരിഭാഷ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷമാണ് കേരളത്തിൽ സുന്നികൾ പരിഭാഷ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് പരിഭാഷ അല്ല, വ്യാഖ്യാനാണ്. പരിഭാഷയുടെ കാര്യം നിങ്ങൾ പറയണം. പരിഭാഷ എന്തുകൊണ്ട് സുന്നികൾ എന്ന്? പരിഭാഷ എന്ന വിഷയം വിശുദ്ധ ഖുർആൻ ഭാഷാന്തരം ചെയ്യാൻ കഴിയുകയില്ല. അതിന്റെ ഓരോ സൂക്തങ്ങളിലും ഇജാസ് ഉള്ളത് കൊണ്ട്, മുഅ്ജിസത്തായതുകൊണ്ട് ആ മുഅ്ജിസത്തായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും നേർക്ക് നേരെ പരിഭാഷപ്പെടുത്താൻ കഴിയുകയില്ല. അത് മുഹാലാണ് എന്ന് സുന്നികൾ മാത്രമല്ല ഇബ്നു തൈമിയ്യ തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുജാഹിദുകളുടെ ഇസ്ലാം വിശ്വാസ ദർശനം എന്ന് പറഞ്ഞാല് 40ഓളം ആലിമുകൾ ഒന്നിച്ചിരുന്ന് എഴുതിയ പരിഭാഷയാണ്, ബുക്കാണ്. ആ ബുക്കിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.